11 ദിവസം. എത്ര 11 മാസങ്ങൾ കഴിഞ്ഞു. ബൽഗാം എന്ന ആ നഗരം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ആ നഗരത്തെയും അവിടെ നിരന്തരമായി പൊട്ടിയൊഴുകുന്ന അഗ്നിപർവ്വതങ്ങളെയും അവൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ തിന്ന അഗ്നിപർവ്വതം ഏതായിരിക്കുമെന്ന് വിചാരിച്ച് എത്ര കരഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. പലതും സംഭവിച്ചു. പല അനുഭവങ്ങളുമുണ്ടായി. സ്വയം ചോർന്നു പോവുകയാണെന്ന് വിചാരിച്ചു. പക്ഷേ തടുക്കാൻ വയ്യാത്തതായിരുന്നു ആ സ്ഥിതിവിശേഷം. ഇനി ഒരു ദിവസം അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ എങ്ങനെയിരിക്കുമെന്ന് രുക്മിണി ആലോചിച്ചു നോക്കിയിട്ടുണ്ട്. മതിയാവോളം അദ്ദേഹത്തെ നോക്കി നിന്നതിന് ശേഷം പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന ആളിവിടെയില്ല. രുക്മിണി ഒരു ബ്യൂക്ക് കാർ കയറി എന്നോ ചത്തുപോയി. പക്ഷെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്ന് രുക്മിണി എന്ന് വിളിച്ചപ്പോൾ ആകെ കുഴഞ്ഞുപോയി. ഒന്നിനെയും കൂസാതെ രുക്മിണി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് കാണിക്കാനാണ് വെമ്പിയത്. അദ്ദേഹത്തിന് അതൊന്നും അത്ര കാര്യമായിരുന്നില്ല. അച്ഛൻ തിരുമേനി അമ്മയെ ഒരു നേരം പോക്കായി സ്വീകരിച്ചതുപോലെ അദ്ദേഹം തന്നെ കരുതിയിരിക്കാം. എത്ര ക്രൂരമായ വിധത്തിലാണ് നേരം പോക്കുകൾ ആവർത്തിക്കുന്നതെന്ന് രുക്മിണി വിചാരിച്ചു. ആ മനുഷ്യന് തന്നെ കൊണ്ട് വീണ്ടും ആവശ്യമുണ്ടായി. ഒരാളെങ്കിലും അങ്ങ് നന്നാകട്ടെ. എല്ലാം നിർവഹിച്ചു കൊടുത്തു. ഉയർച്ചയുമുണ്ടായി. എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, കല്യാണം എത്രാം തീയതിയാണ്? അദ്ദേഹം കടലാസിന്റെ വർണ്ണമായി പോയി. പരിഭ്രമിക്കാതെ പറഞ്ഞോളൂ, അവൾ കൊള്ളാവുന്ന പെണ്ണാണോ? തലയും താഴ്ത്തി കടന്നുപോയപ്പോ വിശേഷിച്ചൊരു വികാരവും തോന്നിയില്ല. കല്യാണ വാർത്ത അറിഞ്ഞപ്പോഴും അസാധാരണമായി എന്തെങ്കിലും ഉണ്ടായതായി കരുതിയില്ല. പെട്ടെന്ന് ഒരു കാർ തള്ളിക്കയറി രുക്മിണി നിൽക്കുന്നിടത്തേക്ക് വന്നു. ഞെട്ടി പിന്മാറി. ഒരു സ്റ്റാൻഡേർഡ് കാർ. ഹലോ, ഓഫീസറാണ്. വരുന്നോ? എവിടേക്കാണ് രുക്മിണിക്ക് പോകേണ്ടത്? നല്ല ഭക്ഷണം കിട്ടുന്ന ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക്. അത്രയ്ക്ക് വിശപ്പുണ്ട്. കാറിന്റെ ഡോർ തുറക്കപ്പെട്ടു. അവൾ കയറിയിരുന്നു. തുടുത്ത കവിളും അരിമ്പൻ മീശയും ചീകാതെ പോലെയാക്കിയിട്ട മുടിയും അവൾ നോക്കി. വെളുത്ത ടെർലിൻ ഷർട്ടിന് നടുവിൽ തൂങ്ങിയാടുന്ന തവിട്ട് നിറമുള്ള നെക്ടൈയിലെ തങ്കവർണ്ണമുള്ള ഒറ്റ പൂമ്പാറ്റ പാറിക്കളിക്കുന്നു. അതിനെ പിടിച്ചൊതുക്കണമെന്ന് രുക്മിണിക്ക് തോന്നി. എങ്കിലും കൈപൊക്കിയില്ല. ആദ്യത്തെ വളവ് കഴിഞ്ഞപ്പോ ഓഫീസർ സ്റ്റിയറിംഗിൽ വിരൽ കൊണ്ട് താളം പിടിച്ചുകൊണ്ട് പറഞ്ഞു, രുക്മിണിയെ കാണുന്നേയില്ല. രുക്മിണിയെ നോക്കുന്നേയില്ലെന്ന് പറയൂ. നിർദ്ദയമായി പോയി ആ വാക്ക്. സോറി. എങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. ഞാനിന്ന് വൈകുന്നേരം അങ്ങയെ കാണണമെന്ന് വിചാരിച്ചതാണ്. ഉച്ചക്കേ കണ്ടല്ലോ. രണ്ടുപേരും കുലുങ്ങിച്ചിരിച്ചു. വലിയൊരു ഫലിതം പറഞ്ഞതുപോലെയും കേട്ടതുപോലെയും. ഹോട്ടൽ ഡിക്ക് മുമ്പിൽ കാർ നിന്നു. ചുവന്ന കാർപ്പറ്റ് വിരിച്ച കോണിപ്പടവുകളിലൂടെ കയറുമ്പോൾ ഓഫീസർ ചെരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, രുക്മിണി പിന്നെ മനോഹരിയായി വരികയാണല്ലോ. നന്ദി സർ. അത് പറഞ്ഞിട്ട് ഒന്ന് ആടി കുഴയുകയും ചെയ്തു. അറിഞ്ഞുകൊണ്ട് തന്നെ. ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തിട്ട് ഓഫീസർ കോട്ടഴിച്ച് സ്റ്റാൻഡിൽ തൂക്കി. നെക്ടൈ ഒന്ന് തളർത്തി. ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ബാലസുബ്രഹ്മണ്യം, ഒപ്പിടാനുള്ള കടലാസുകൾ വീട്ടിലേക്ക് അയച്ചേക്കൂ. 5 മണിക്ക് ഞാൻ വീട്ടിലെത്തൂ. ഫോൺ താഴെ വെച്ച് കൈ കഴുകി ഡൈനിങ് ടേബിളിനരികെ ഇരുന്നപ്പോൾ രുക്മിണി ചോദിച്ചു, അന്ന് പറഞ്ഞ ആ ലൈസൻസിന്റെ സംഗതി? രുക്മിണിക്ക് എന്റെ അടുത്ത് എന്തിനും ലൈസൻസ് ഉണ്ടല്ലോ. രണ്ടുപേരും ചിരിച്ചു. കനത്ത ഫലിതം പറഞ്ഞതുപോലെയും കേട്ടതുപോലെയും. നോക്കൂ, രുക്മിണി തുടർന്നു, ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്. രക്ഷപ്പെട്ടുകൊള്ളട്ടെ. രുക്മിണിക്ക് താല്പര്യമാണല്ലോ. അത് മതി, ശരിപ്പെടുത്താം. തീർച്ച. നാളെ ഒന്ന് ഫോൺ ചെയ്യൂ. കുടിയും തീറ്റയും കഴിഞ്ഞു. ഒന്ന് വിശ്രമിക്കണം. കയ്യിലേക്ക് കൈയർപ്പിച്ചുകൊണ്ട് കിടന്നു. കുറച്ചുറങ്ങുകയും ചെയ്തു. സ്വപ്നം പൂങ്കുലകളായി വന്നു. അവ സൗരഭ്യം പരത്തി ഓരോന്നായി കുഴിഞ്ഞുപോയി. ഉണർന്നപ്പോഴേക്കും ഓഫീസർ പോയി കഴിഞ്ഞു. മിസ്റ്റർ ഗംഗാധരന്റെ ലൈസൻസ് കാര്യം നാളെ ശരിപ്പെടും. സന്തോഷം തോന്നി. രുക്മിണി ആലോചിച്ചു നോക്കി. താൻ സ്വപ്നം കാണുകയായിരുന്നു. ആണെങ്കിൽ തന്നെ
ബൽഗാമിലെ പൊട്ടിയൊഴുകുന്ന അഗ്നിപർവ്വതങ്ങളെ ആയിരുന്നില്ല, തീർച്ച. വാച്ചിലേക്ക് നോക്കി. 4:30 2 മണിക്കൂറിനകം ചെല്ലാമെന്ന് മാധവിയോട് ഏറ്റതാണ്. പോകണോ? നേരെ വീട്ടിലേക്ക് പോയി സ്വല്പം വിശ്രമിച്ചാൽ എന്താ? കുഞ്ഞിനെ മാറിൽ പറ്റിച്ചുകൊണ്ട് നിൽക്കുന്ന മാധവിയുടെ രൂപം ഉള്ളിൽ നിഴലിച്ചു. എന്തൊരു ശക്തിയുള്ള സ്ത്രീ, എന്തു ചൈതന്യം! അപ്പോൾ തന്നെ മറിച്ചും ആലോചിച്ചു, എന്തു ശക്തിയാണ് അവൾക്കുള്ളത്? എന്നാലും പോകണം. നാളെ കാലത്ത് അദ്ദേഹം ടൂർ കഴിഞ്ഞു വരും. പിന്നെ അവിടെ പോകാനോ എന്തെങ്കിലും പറയാനോ തരപ്പെട്ടെന്ന് വരില്ല. അവരുടെ ജീവിതം താൻ അപഹരിക്കുകയല്ല, ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയാണുണ്ടായത് എന്ന് ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുമോ? രുക്മിണി ഡ്രസ്സ് ചെയ്യുമ്പോൾ റോസാപ്പൂ നിറത്തിലുള്ള ജാലകമറകളിലേക്ക് നോക്കി. അതൊരു കുഞ്ഞിന്റെ കവിൾത്തടം ഓർമ്മയിൽ കൊണ്ടുവന്നു. വെയിറ്റർക്ക് ടിപ്പ് നൽകി ടാക്സിയിൽ കയറിയിരുന്നപ്പോൾ രുക്മിണി ചിന്താകുലയായിരുന്നു. ഭൂതകാലം വീണ്ടും വീണ്ടും തേട്ടി വരികയാണ്. പേടിപ്പെടുത്തുന്ന പ്രേതങ്ങളെപ്പറ്റി കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവ ബന്ധപ്പെട്ടവരുടെ പിന്നാലെ കൂടുമത്രേ. ഭൂതകാലവും അങ്ങനെയാണോ? തനിക്ക് മാധവിയുമായി ബന്ധമുണ്ടെന്ന് ഒരിക്കലും ആ സ്ത്രീ അറിഞ്ഞുകൂടാ. തന്റെ അമ്മാവനും അവരുടെ അച്ഛനുമായിരുന്ന ആ മനുഷ്യൻ എന്നോ മരിച്ചുപോയി. ശവങ്ങളൊക്കെ മറവു ചെയ്യപ്പെടണം. ഇടത്തോട്ടല്ലേ? ഡ്രൈവർ ചോദിച്ചു. അതെ. വളവ് തിരിയുമ്പോൾ ഗുഡ് ലക്കിലെ മിസ്റ്റർ റാവു കടന്നു പോകുന്നത് രുക്മിണി കണ്ടു. സ്കൂട്ടറിന്റെ പിമ്പിൽ ഒരു താടിക്കാരൻ പാതിരിയാണ്. സാധാരണ മിസ്സിസ് റാവു ആണ് അവിടെ ഇരിക്കുക പതിവ്. റാവു ഈ കാലത്തിന്റെ ഒരു അടയാളമാണെന്ന് രുക്മിണിക്ക് തോന്നാറുണ്ട്. 5 കാമുകിമാരെയും 4 അച്ഛന്മാരെയും ഒരു സിദ്ധമുനിയെയും 4 കമ്മ്യൂണിസ്റ്റുകാരെയും അത്ര തന്നെ RSSകാരെയും കുറച്ച് അയ്യപ്പന്മാരെയും ഒരേ കാറിൽ കയറ്റി എല്ലാവരോടും ഒരേ വിധം രമ്യമായി സംസാരിച്ച് എല്ലാവർക്കും തന്നോട് ബഹുമാനം തോന്നിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ വെരുതുറ്റ മനുഷ്യൻ. കാലത്തിന്റെ അടയാളം തന്നെയാണ് മിസ്റ്റർ റാവു. തനിക്ക് എന്തുകൊണ്ട് ഇത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നും രുക്മിണി ചിന്തിച്ചു നോക്കി. ഉത്തരമില്ല. കാർ നിന്നു. ഗേറ്റ് വലിച്ചു തുറന്ന് അകത്തേക്ക് കടന്നു. മാധവി കുഞ്ഞിനെ തൊട്ടിലാട്ടി ഉറക്കുകയായിരുന്നു. രുക്മിണിയെ കണ്ടപ്പോ പതിവിന് വിപരീതമായി മാധവിയുടെ മുഖത്തൊരു ചെറിയ ഞെട്ടലുണ്ടായത് രുക്മിണി ശ്രദ്ധിക്കാതിരുന്നില്ല. അവൾ തന്നോട് തന്നെ ചോദിച്ചു, കാരണം? കാരണം വരേണ്ടതില്ലായിരുന്നു. ഇനി ഇന്ന് വരില്ലെന്നാണ് ഞാൻ കരുതിയത്, മാധവി പറഞ്ഞു. വാഗ്ദാനം ചെയ്തതല്ലേ? നന്നായി, ഇരിക്കൂ. അവൾ കുഞ്ഞിനെ പറ്റിയാണ് പറയാൻ തുടങ്ങിയത്. പിന്നെ പാലിന്റെയും പരിപ്പിന്റെയും പച്ചക്കറിയുടെയും വിലക്കയറ്റത്തെപ്പറ്റിയായി. തുണിത്തരങ്ങളെയും ആഭരണങ്ങളെയും പറ്റി സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രുക്മിണിയും പങ്കുചേർന്നു. അവൾ മാധവിയുടെ സംഭാഷണം യുക്തിപൂർവം ഭർത്താവിലേക്ക് തിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രുക്മിണി ചോദിച്ചു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ലേ? എന്തിന്? മാധവിയുടെ അന്വേഷണം ശാന്തമായ രീതിയിലായിരുന്നു. രുക്മിണി മാധവിയെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ തുറന്ന് സംസാരിക്കുന്നത് ക്ഷമിക്കണം. എന്റെ പേരിൽ നിങ്ങൾക്ക് സംശയമുണ്ട്. അത് ന്യായവുമാണ്. എന്ത്? വിമാനം കണ്ട ഉൾനാടൻ പെൺകിടാവിനെ പോലെ വിടർത്തിമിഴിച്ച കണ്ണുകളുമായിട്ടാണ് മാധവി അങ്ങനെ പറഞ്ഞത്. മുഴുവൻ കേൾക്കൂ. നിങ്ങളുടെ ഭർത്താവിന് എന്നോട് കമ്പമാണെന്ന് കുറേ ദിവസം നടിച്ചു. അത് നാട്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് ഞാനും നടിച്ചു. അയാൾക്ക് ഉദ്യോഗത്തിൽ ചില ഉയർച്ചകൾ വേണം. അതിനെന്നെ ഉപയോഗിക്കണം. മാധവിയുടെ മുഖത്തുണ്ടായ സംഭ്രമം രുക്മിണി സൂക്ഷിച്ചു. അവൾ തുടർന്നു, ഉപയോഗിച്ചുകൊള്ളട്ടെ എന്ന് ഞാനും കരുതി. നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഉപയോഗമുണ്ടാകുന്നത് സന്തോഷമാണല്ലോ. നിങ്ങൾക്കും ഈ കുഞ്ഞിനും അതിന്റെ ഗുണം കിട്ടിയപ്പോൾ ഞാൻ കൂടുതൽ സന്തുഷ്ടയായി. മനസ്സിലായില്ലേ? ഉവ്വ്, പറയൂ. എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഒരു പഴയ ചെരുപ്പ് പോലെ കരുതി. ഞാൻ അതിൽ സന്തോഷിച്ചു. വല്ലയിടത്തും വച്ച് കണ്ടെത്തുമ്പോൾ ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു. അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതിനേക്കാൾ അധികം ഞാൻ അദ്ദേഹത്തെ ഒഴിഞ്ഞു മാറുന്നു. കാരണം എന്താണെന്നറിയാമോ? പറയൂ. ഒരു കുറ്റി പോലെ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന മാധവി ആവശ്യപ്പെട്ടു.
ഈ കുടുംബം തകരാറാകണമെന്ന് ഞാൻ ആശിച്ചില്ല. രുക്മിണി തുടർന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉവ്വോ, ഉണ്ട്. ഈ കുടുംബത്തോട് രുക്മിണി പ്രത്യേകത കാട്ടുന്നത് സ്വാഭാവികമല്ലേ? എന്തുകൊണ്ട്? നാം രക്തബന്ധമുള്ളവരായതുകൊണ്ട്. നീ എന്റെ അച്ഛന്റെ മരുമകളല്ലേ? തലക്കടി കൊണ്ടതുപോലെ തോന്നി. രുക്മിണി സെറ്റിയിൽ ചാരിയിരുന്നു. ഭൂതകാലം അതിന്റെ കൂർത്ത നഖമുള്ള കയ്യുകൾ മാറത്തമർത്തിയതുപോലെ തോന്നി. അവൾ മാധവിയുടെ മുഖത്തേക്ക് നോക്കി. വിജയത്തിന്റെ പ്രകാശം ആ കണ്ണുകളെ തിളക്കിയിരിക്കുന്നു. രുക്മിണി പറഞ്ഞു, എനിക്കിനി ഒന്നും പറയാനില്ല. ഇനി ഞാൻ പറയാം. മാധവി തന്റെ ഊഴമായി എന്ന മട്ടിൽ ആരംഭിച്ചു. നീ അച്ഛന്റെ മരുമകൾ മാത്രമല്ല, എന്റെ ഭർത്താവിന്റെ കാമുകിയുമായിരുന്നുവെന്ന് എനിക്കറിയാം. അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഓടിപ്പോന്നവളാണെന്നും എനിക്കറിയാം. രുക്മിണി ചാടി എഴുന്നേറ്റു. മാധവിയുടെ കൈ കടന്നു പിടിച്ചു. അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു. ഒടുവിൽ രുക്മിണി ചോദിച്ചു, മാധവി, നിങ്ങൾ ആരാണ്? യക്ഷിയോ ഭദ്രകാളിയോ? നിന്റെ അമ്മാവന്റെ മകൾ, ഒരു സാധാരണ സ്ത്രീ. രുക്മിണി തേങ്ങിക്കരഞ്ഞുകൊണ്ട് മാധവിയുടെ മാറിലേക്ക് ചാഞ്ഞു. ഇല്ല, ഇനി ഒരു കാലത്തും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയില്ല. ശത്രുവായി കരുതാനേ കഴിയൂ. പക്ഷെ ദയവ് ചെയ്ത് വിശ്വസിക്കൂ. നിങ്ങളുടെ ഭർത്താവ് ഇന്ന് എന്റെ കാമുകനല്ല. നിങ്ങൾ ആരാണെന്ന് മനസ്സിലായത് മുതൽ ഈ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ സഹായിച്ചുവെന്ന് മാത്രം. പക്ഷേ മാധവി മടിച്ചു നിന്നു. മടിക്കാതെ പറഞ്ഞോളൂ, ഇനി എന്തിനു മടിക്കണം? കാലഹരണം എന്ന പ്രോനോട്ട് പോലെ കാമുകനെ മടക്കി കൊടുക്കാൻ സാധിക്കുമോ? ഞാൻ ആ പ്രോനോട്ട് എന്നേ ചീന്തിക്കളഞ്ഞതാണ്. പിന്നെയും പ്രോനോട്ടുകൾ എന്റെ കയ്യിൽ വന്നു. ഞാൻ അവ പണയം വെച്ചു, വിറ്റു, കീറിപ്പറിച്ചെറിഞ്ഞു, ധൂർത്തടിച്ചു. നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം അദ്ദേഹം ഒരിക്കലും എന്റെ കിടപ്പറയുടെ രൂപം കണ്ടിട്ടില്ല. ഇത് പറഞ്ഞപ്പോ ഹോട്ടൽ ഡിയിലെ റോസ് നിറത്തിലുള്ള നീരാളങ്ങൾ അവളുടെ മനസ്സിൽ ആടിക്കളിച്ചു. അവൾ ഇത്രയും കൂട്ടിച്ചേർത്തു, ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്ക്, ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. വെറുപ്പുകൊണ്ടല്ലേ അദ്ദേഹത്തെ അകറ്റി നിർത്തിയത്? മാധവി ചുഴിഞ്ഞിറങ്ങുന്ന നോട്ടത്തോടെ ചോദിച്ചു. അടുപ്പിക്കുന്നവരോടൊന്നും വെറുപ്പില്ലെന്നാണോ വിചാരിക്കുന്നത്? ഒരിക്കലും കാറ്റ് എന്റെ അരികെ സുഗന്ധം കൊണ്ടുവന്നില്ല. വന്ന കാറ്റൊക്കെ ഞാൻ കൊള്ളുന്നുവെന്ന് മാത്രം. മാധവി ഉത്തരം പറഞ്ഞില്ല. ആ കണ്ണുകൾ ആർദ്രങ്ങളാകുന്നുവെന്ന് രുക്മിണി മനസ്സിലാക്കി. അവൾ തുടർന്നു, എന്ത് വിചാരിച്ചാലും കൊള്ളാം. വെറുക്കാനും സ്നേഹിക്കാനും വയ്യാത്തവണ്ണം മരവിച്ചതാണ് എന്റെ ഹൃദയം. എന്നിട്ടും ഈ കുഞ്ഞിനെ കണ്ടപ്പോ കുറച്ചുനേരം നിശബ്ദയായിരുന്നിട്ട് അവൾ എഴുന്നേറ്റു. ഞാൻ വരുന്നു. ഇരിക്കൂ രുക്മിണി, കാപ്പി കുടിച്ചിട്ട് പോവാം. ഭൃത്യൻ ട്രേയുമായി പുറത്തേക്ക് വന്നു. ഓവൽ ടിന്നെടുത്ത് കയ്യിൽ കൊടുത്തു. അത് കണ്ടപ്പോ മാധവിയുടെ മുഖത്തുണ്ടായ ഞെട്ടൽ രുക്മിണിയെ അത്ഭുതപ്പെടുത്താതിരുന്നില്ല. മാധവി ഭൃത്യനോട് ചോദിച്ചു, ഇത് തെർമോഫ്ലാസ്കിൽ നിന്ന് എടുത്തതാണോ? അതെ. എങ്കിൽ മാധവി തടഞ്ഞു. അത് കുടിക്കണ്ട. എന്തുകൊണ്ട്? ചീത്തയായിട്ടുണ്ടാവും. സാരമില്ല. രുക്മിണി കപ്പ് ചുണ്ടത്തേക്ക് അടുപ്പിച്ചു. അയ്യോ, അരുത്! മാധവി ആ കപ്പ് തട്ടി താഴേക്കിട്ടു. എന്നിട്ട് വലിയൊരു സാഹസകർമ്മം ചെയ്തതുപോലെ നിന്ന് കിതച്ചു. അവർ പരസ്പരം നിശബ്ദരായി നോക്കി നിന്നു. ഈറ്റപ്പുലികളെപ്പോലെ, കുത്താനൊരുങ്ങുന്ന പശുക്കളെപ്പോലെ, ഒടുവിൽ അന്യോന്യം ഭയപ്പെടുന്ന ഇളമാനുകളെപ്പോലെയും. രുക്മിണി പതുക്കെ ചിരിച്ചു. മാധവി മുഖം കുനിച്ചു നിൽക്കുകയാണ്. അവൾ തേങ്ങി. ക്ഷമിക്കൂ, എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു. സാരമില്ല, രുക്മിണി ആശ്വസിപ്പിച്ചു. സ്വന്തം നിലനിൽപ്പ് അപകടപ്പെടുമെന്ന് തോന്നുമ്പോൾ ആരും ഇങ്ങനെയൊക്കെ ചെയ്യും. ചേച്ചി, പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും കാറ്റാണ്.
ചിലപ്പോൾ സുഗന്ധം കൊണ്ടുവരും, ചിലപ്പോൾ ദുർഗന്ധവും. മാധവി അവളെ കെട്ടിപ്പിടിച്ചു. അവൾ ഇങ്ങോട്ടും. അങ്ങനെ എത്ര നേരം നിന്നു, എന്തൊക്കെ ആലോചിച്ചു. കുഞ്ഞ് കരഞ്ഞത് കേട്ടപ്പോ മാധവി പിടിയയച്ചു. രുക്മിണി പറഞ്ഞു, ഞാൻ വരട്ടെ. ശരി. പടിയിറങ്ങി ടാക്സിയിൽ കയറുമ്പോൾ രുക്മിണിയുടെ ഹൃദയവും അന്നത്തൂവൽ പോലെ കനമറ്റതായി തോന്നി. അവൾ വിചാരിച്ചു, ആ കാര്യം അങ്ങനെ അങ്ങ് അവസാനിച്ചു. നാളെ കാലത്ത് ഓഫീസർക്ക് ഫോൺ ചെയ്യണം. ഗംഗാധരന്റെ ലൈസൻസ് കാര്യം. കാറ് നീങ്ങിയപ്പോ സീറ്റിലേക്ക് ചാരിക്കിടന്നു. ജാലകത്തിലൂടെ ആകാശത്തേക്ക് കണ്ണുകൾ അയച്ചു. ഇരുണ്ട ആകാശത്ത് നക്ഷത്രങ്ങൾ കണ്ണുമിഴിക്കുകയായിരുന്നു. പണ്ടെന്നോ പഠിച്ച 2 വരികൾ അവൾ മൂളി. ചാരമാകും വരേക്കുമെൻ ജീവൻ ചാരുതയെ പുണർന്നു നിൽക്കണം. ആവർത്തിച്ചാവർത്തിച്ചു പാടിയപ്പോ ടാക്സി ഡ്രൈവർ ഒന്ന് തിരിഞ്ഞു നോക്കി. രുക്മിണിക്ക് സന്തോഷം തോന്നി. ഒരു മന്ദസ്മിതം അയാൾക്ക് സമ്മാനിച്ചിട്ട് അവൾ ലോകം കേൾക്കാൻ വേണ്ടിയിട്ടെന്ന പോലെ പറഞ്ഞു, ഇന്ന് സുഗന്ധമുള്ള ദിവസമാണ്. അപ്പോഴും ഇടക്കഴിയൂരിലെ പാലവും അതിലേ കടന്നു പോകുന്ന വഞ്ചികളും മനസ്സിൽ തങ്ങി നിന്നു. സൂചിമുന. സിസ്റ്റർ. വിളി കേട്ടപ്പോൾ തലപൊക്കി നോക്കി. അദ്ദേഹം ഡ്യൂട്ടി റൂമിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു, മന്ദസ്മിതത്തോടെ. അടുത്തു ചെന്ന് കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, വേദന ജാസ്തിയുണ്ടോ? ഉണ്ട്. ഒരു ഇഞ്ചക്ഷൻ തരാമോ? ഉറങ്ങാമല്ലോ. തരാം. ഗുളിക കഴിച്ചില്ലേ? ഗുളികകൾ കഴിച്ചു. ഇത് പറഞ്ഞിട്ട് പതുക്കെ ചിരിച്ചു. ആ ചിരിയെ അഗാധമായ വേദന ആവരണം ചെയ്തിരുന്നു. അദ്ദേഹത്തെ കിടക്കയിലേക്ക് അയച്ചിട്ട് തിളയ്ക്കുന്ന സ്റ്റെറിലൈസറിൽ നിന്ന് സിറിഞ്ചും സൂചിയും എടുത്ത് പുറത്തു വച്ചു. എന്നിട്ട് ആലോചിച്ച് നിന്നുപോയി. ഈ മനുഷ്യന്റെ ചെറിയതും നിശബ്ദവുമായ ചിരികളിൽ ലോകത്തെയും വൈദ്യശാസ്ത്രത്തെയും പുച്ഛിക്കുന്ന എന്തോ ഒന്നുണ്ടോ? ഫോഴ്സിപ്സ് ലോഷനിൽ തന്നെ തിരികെ നിക്ഷേപിക്കുമ്പോൾ വിചാരിച്ചു, പുച്ഛമുണ്ടായാൽ എന്താണ് തെറ്റ്? ഫലവില്ലെന്ന് ഉറപ്പായ ഒരു കാര്യത്തിൽ എല്ലാവരും കൂടി തീവ്രമായി പരിശ്രമിക്കുന്നത് കാണുമ്പോൾ ആർക്കാണ് പുച്ഛം തോന്നാതിരിക്കുക? എന്നിട്ടും എത്ര വിനീതമായാണ് ഈ മനുഷ്യൻ പെരുമാറുന്നത്. സൂചി പരിശോധിച്ച് സിറിഞ്ചിൽ ഉറപ്പിക്കുമ്പോൾ തലേന്നാൾ കണ്ട രംഗം ഓർമ്മ വന്നു. വൈകുന്നേരം 5 മണിയായി കാണും. സന്ദർശകർ വന്നു കയറുന്ന ബഹളമാണ്. സ്നേഹവാത്സല്യങ്ങളുടെയും വിഡ്ഢിത്തങ്ങളുടേതുമായ ഒരു ലോകം വോർഡുകളിലേക്ക് തള്ളിക്കയറുന്നു. ബഹളം. അത് കേൾക്കുമ്പോൾ മനസ്സിൽ മുറുകി നിന്നിരുന്ന കമ്പികളെല്ലാം തൽക്കാലത്തേക്കൊന്ന് അയഞ്ഞതുപോലെ തോന്നും. ഡ്രഗ് രജിസ്റ്റർ മടക്കി വെച്ച് പതുക്കെ നടന്നു. ടെറസിൽ പോയി കടലിലേക്ക് നോക്കി നിന്നു. തലപൊക്കി ചിരിച്ച് കരയിൽ വന്ന് വീണ് മരിക്കുന്ന തിരകൾ. തിരകൾക്ക് പിമ്പേ തിരകൾ. ഇങ്ങനെ ഒരു കടൽ ഇവിടെ പടിക്കൽ തന്നെ ഉണ്ടായത് എത്ര നന്നായി. ഏകാന്തമായ രാത്രിയിൽ വല്ലപ്പോഴും ഒരു ഞരക്കം മാത്രം പുറപ്പെടുവിക്കുമാറ് രോഗികളെല്ലാം ഉറങ്ങിക്കഴിയുമ്പോൾ സ്വന്തം ജീവിതം ഒരു സൂചിമുന പോലെ ഹൃദയത്തിലേക്ക് വീണ്ടും കയറി വരുമ്പോൾ സ്വന്തം ഷൂസിന്റെ നനത്ത ശബ്ദം മാത്രം കേട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങേണ്ടി വരുമ്പോൾ ഈ കടൽ എത്രമാത്രം ആശ്വാസം തരുന്നു. അത് ജീവിതത്തെയും ചലനത്തെയും ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹപൂർവ്വം ഉരുണ്ടുകൊണ്ടും കാലിൽ കിടന്നുരുണ്ടുകൊണ്ടും കൂടെ സഞ്ചരിക്കുന്ന ഒരു കാവൽപ്പട്ടിയെ പോലെയാണ് ഈ കടൽ. സിസ്റ്റർ തിരയണുകയാണോ? തിരിഞ്ഞു നോക്കി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് തുടർന്നു, എണ്ണാൻ കൊള്ളാവുന്നതാണ് കടൽത്തിര, അവസാനിക്കില്ലല്ലോ. ചിരിച്ചു. അദ്ദേഹത്തിന്റെ ചിരിയെ പതിവ് പോലെ വേദന ആവരണം ചെയ്തിരുന്നില്ല. എനിക്കിന്ന് വേദന ഉണ്ടായിട്ടില്ല സിസ്റ്റർ. നന്നായി. രോഗം മാറി വരികയാണ്. അണച്ച് തിളക്കം കൂട്ടിയ ഒരു കത്തി വീശുന്നത് പോലെ ഒരു പ്രകാശം ആ കണ്ണിലൂടെ കടന്നുപോയി. സിസ്റ്റർ പറഞ്ഞത് ഞാൻ തികച്ചും വിശ്വസിച്ചു. പോരെ? ആരോ ചെവിക്ക് പിടിച്ച് തിരിച്ചതുപോലെ തോന്നി. എന്നാലും ചിരിച്ചു. ചിരിക്കണമല്ലോ സിസ്റ്റർ. എനിക്കൊരു ദിവസം നഷ്ടപ്പെട്ടതുപോലെ തോന്നുകയാണ്. കാരണം വേദന അനുഭവിക്കാത്ത ഒരു ദിവസം ഉണ്ടായി എന്ന് എനിക്ക് ബോധ്യപ്പെടില്ല. അപ്പോഴും ചിരിച്ചു. ചിരിക്കണമല്ലോ. ടെറസിന്റെ മറ്റേ അറ്റത്തു നിന്ന് പതുക്കെ കടന്നു വരുന്ന തടിയൻ വക്കീലിനെ കണ്ടു. ആ നടത്തം കാണുമ്പോൾ തെർമോമീറ്ററിൽ മെർക്കുറി കയറുന്നത് ഓർമ്മ വരും. വേദനകളെക്കുറിച്ചുള്ള 1000 പരാതികളുണ്ടാകും.
പരാതി പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണ് ഈ മനുഷ്യൻ വായ അനക്കുന്നത്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. വക്കീൽ തൂണിൽ കയ്യൂന്നി നിന്ന് കിതച്ചു. എന്നിട്ട് കടലിലേക്ക് നോക്കി മന്ദസ്മിതം തൂക്കിക്കൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തോട് ചോദിക്കുന്നത് കേട്ടു. ഈ വാർഡിലാണോ? അതെ. ഞാൻ ബി ക്ലാസ്സിലാണെന്നറിയാം. ഒബ്സർവേഷൻ ആണല്ലേ? അവർ വല്ലതും ഒരു രോഗം കണ്ടുപിടിച്ചു തന്നോ? ഇല്ല. കഷ്ടം തന്നെ. രോഗം മാറാൻ വയ്യെങ്കിലും രോഗത്തിന്റെ പേരെങ്കിലും തന്ന ഒരു ആശ്വാസമാണ് അല്ലേ? വക്കീൽ മറുപടി പറഞ്ഞില്ല. നിങ്ങൾക്ക് വക്കീൽ ചോദ്യം മുഴുവനാക്കുന്നതിന് മുമ്പേ ഉത്തരം കിട്ടി. കാൻസറാണ്. വക്കീലിനൊരു ഞെട്ടൽ. മരുന്നില്ല. അദ്ദേഹം ഒന്ന് ഊന്നി പറഞ്ഞു. വക്കീൽ ശ്വാസം മുട്ടുന്നത് പോലെ പരുങ്ങിക്കളിച്ചു. എന്നിട്ട് കടൽ തീരങ്ങളിലേക്ക് നോക്കി കുറച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് കടൽ ശാന്തമാണല്ലോ. വക്കീൽ സാർ വിഷയം ഭംഗിയായി മാറ്റി. എനിക്ക് കാൻസറായതിന് വക്കീൽ എന്തിനു പരിഭ്രമിക്കുന്നു? ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചപ്പോ വക്കീൽ വന്ന വഴിയെ തന്നെ പതുക്കെ നീങ്ങി. ആ രംഗം ഓർത്തപ്പോ ചിരി വന്നു. ചിരിക്കാൻ സമയമില്ല. അദ്ദേഹം കാത്തിരിക്കുകയാവും. ഇഞ്ചക്ഷനുമായി അടുത്ത് ചെന്നപ്പോ ചിരിച്ചു. ഷർട്ടിന്റെ കൈ പൊക്കിക്കാട്ടി. സൂചി ദേഹത്തിലേക്ക് തറഞ്ഞു കയറുമ്പോഴുണ്ടാകുന്ന ആ നേരിയ മുഖചലനം. സൂചി വലിച്ചെടുത്തിട്ട് പതുക്കെ വിരൽ കൊണ്ട് തിരുമ്പുമ്പോൾ ചോദിച്ചു, കുടിക്കാൻ വല്ലതും വേണോ? ചൂടുള്ള പാലുണ്ടോ? ഉണ്ട്, സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അദ്ദേഹം അതീവ സംതൃപ്തമായ ഒരു മുഖഭാവത്തോട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞ കേസിലെ മറ്റേ കക്ഷിയെ നിങ്ങൾക്ക് കാണണ്ടേ സിസ്റ്റർ? ഏത് കേസ്? നിങ്ങളെ കൂടി പ്രതിയാക്കിയ മറ്റേ കേസ്. പാവം, നിരപരാധിയായ സിസ്റ്റർ കൂടി എനിക്ക് വേണ്ടി കുരിശു ചുമക്കേണ്ടി വന്നു. ചിരി വന്നില്ല. അതാ മനുഷ്യന് മനസ്സിലായോ എന്തോ അദ്ദേഹം പറഞ്ഞു. ക്ഷമിക്കണം സിസ്റ്റർ. സാരമില്ല, ഉറങ്ങിക്കോളൂ. ഉറങ്ങാം. ഇതാ ഈ ഫോട്ടോ നോക്കൂ. ഇതാണ് ശരിയായ പ്രതി. തലയണക്കടിയിൽ നിന്ന് ആ ഫോട്ടോ എടുത്ത് കയ്യിൽ തന്നിട്ട് അദ്ദേഹം തുടർന്നു. എനിക്ക് ആശ്വാസമായി. ഇതവളുടെ കല്യാണ ഫോട്ടോ ആണ്. പുള്ളി എങ്ങനെയുണ്ട്? അതിലേക്ക് നോക്കി മന്ദസ്മിതം തൂകി. തൂകണമല്ലോ. സിസ്റ്റർ അത് കയ്യിൽ വെച്ചോളൂ. ഞാൻ കിടക്കട്ടെ. കൺപോളകളിൽ വന്ന് ചുംബിക്കുന്ന നിദ്രയെ നീ കൊള്ളാവുന്ന കൂട്ടുകാരി തന്നെ. ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ കിടക്കയിൽ നിവർന്നു. ചരിഞ്ഞുകിടന്ന് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ പ്രശാന്തമായി ഉറങ്ങാൻ തുടങ്ങി. ഫോട്ടോയിലേക്കും അദ്ദേഹത്തിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. എത്ര ചേർച്ചയുള്ള രണ്ട് മുഖങ്ങൾ. ഡ്യൂട്ടി റൂമിൽ ചെന്ന് ഫോട്ടോ പോക്കറ്റിൽ വെച്ചിട്ട് മേശപ്പുറത്തിരിക്കുന്ന ഒരു കേസ് ഷീറ്റ് എടുത്ത് നോക്കി. അപ്പോൾ തലേനാൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. പെട്ടെന്നാണ് ഡ്യൂട്ടി റൂമിൽ നിന്ന് അടുത്ത് കിടന്ന സ്റ്റൂളിലിരുന്നു കൊണ്ട് ചോദിച്ചത്, സിസ്റ്റർ, ഒരു ചോദ്യം. നിങ്ങൾക്ക് പ്രേമനൈരാശ്യമോ നൈരാശ്യങ്ങളോ ഉണ്ടായിട്ടുള്ളത്? ഉണ്ടായി എന്ന കാര്യം ഉറപ്പാണ് അല്ലേ? മനുഷ്യർക്കുണ്ടാവുന്നതല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ആ സൗമ്യമായ വാക്ക് കേട്ടാൽ അദ്ദേഹത്തെ ഓടിക്കാൻ തോന്നുകയില്ല. പെരുമാറ്റത്തിലും വാക്കിലുമുള്ള അന്തസ്സ് ബഹുമാനം തോന്നിക്കുകയും ചെയ്യും. ഉത്തരത്തിന് പ്രതീക്ഷിക്കാതെ അദ്ദേഹം തുടർന്നു. എനിക്ക് പ്രേമമുണ്ടായി, നൈരാശ്യമുണ്ടായതുമില്ല. സന്തോഷം. ആ സന്തോഷത്തിന് നിങ്ങൾ കൂടി ഉത്തരവാദിയാണ്. ഞാനോ? കഥയാകെ പറയാം. നിങ്ങൾക്ക് തിരക്കുള്ള സമയമാണോ? പറഞ്ഞോളൂ. ഞങ്ങളെല്ലാം, ഞാനും അച്ഛനും അമ്മയും അനിയത്തിമാരും എല്ലാം കുറെ കാലമായി ബോംബെയിലാണ് താമസമെന്ന് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. നിങ്ങളുടെ വല്യമാവൻ അവിടെ ഗംഭീരൻ ബിസിനസ്സാണെന്നും എനിക്കറിയാം. ആ വല്യമാവന്റെ മകൾ ശൈലി, എന്നുവെച്ചാൽ ശൈലജ, എന്റെ പ്രേമഭാജനമായിരുന്നു. ഒന്നിച്ച് കളിച്ചു, ഒന്നിച്ച് പഠിച്ചു, ഒരൊറ്റ ആശയിൽ തൂങ്ങി നിന്നു. അവൾ പലപ്പോഴും പറയാറുണ്ട്, ഒന്നിച്ചുപരിപഠനത്തിന് വിദേശത്ത് പോകണമെന്ന്. അങ്ങനെ പഴുക്കാറായ പഴങ്ങൾ പോലെ ദിവസങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ തൂങ്ങി നിന്നു. ഞാൻ MSCക്കും അവൾ MAക്കും പഠിക്കുകയായിരുന്നു. അവസാന വർഷം.
അപ്പോഴാണ് ഇവൻ കൂട്ടത്തിൽ കൂടിയത്. ആര്? കാൻസർ. അദ്ദേഹം ചിരിച്ചു. കൂടെ ചിരിക്കാൻ വിഷമം തോന്നി. രക്ഷയില്ലെന്ന് തീർച്ചപ്പെട്ടു. ഒരു നിമിഷത്തെ നിശബ്ദത. ജാലകത്തിലൂടെ നോക്കിക്കൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരന്റെ മുഖം സന്ധ്യാപ്രകാശത്തിൽ കൂടുതൽ തുടുത്തു. തുടരൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല. ഒരു പരുത്തിത്തുണ്ടമെടുത്ത് വലിച്ചു നീട്ടി നൂലാക്കിക്കൊണ്ടിരുന്നതേയുള്ളൂ. കാര്യം മനസ്സിലായാൽ ശൈലിയുടെ മനസ്സാകെ അട്ടിമറിയും. അദ്ദേഹം തുടരുകയായിരുന്നു. ഞാൻ നാട്ടിലേക്ക് പോന്നു. ശൈലിയുടെ കത്ത് തുടരെ തുടരെ വന്നു. ഞാൻ പതുക്കെ പതുക്കെ മറുപടി എഴുതിയുള്ളൂ. ആദ്യം 3-1, പിന്നെ 5-1, പിന്നെ 10-1. എന്റെ സ്നേഹത്തിന്റെ ചൂട് കുറഞ്ഞു വരികയാണെന്ന് ശൈലിക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ തോന്നിക്കാൻ 4-5 മാസം കൊണ്ട് കഴിഞ്ഞു. ഞാൻ മിടുക്കനാണെന്ന് തോന്നുന്നില്ലേ സിസ്റ്റർ? ഉത്തരം പറഞ്ഞില്ല. ഈ ആസ്പത്രിയിൽ വന്ന് 1.5 മാസം കഴിഞ്ഞപ്പോൾ ശൈലിക്കെഴുതി, ഞാനൊരു നഴ്സുമായി കഠിന പ്രേമബന്ധത്തിലാണെന്ന്. നിങ്ങളുടെ പേരാണ് ഉപയോഗിച്ചത്. അങ്ങനെ നിങ്ങളെയും പ്രതിയാക്കി. ശൈലി വേറെ വഴിക്കും. നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്നറിയാം. ക്ഷമിക്കണം. എന്നിട്ടും മന്ദസ്മിതം തൂകി. തൂകണമല്ലോ. ഇപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചുവെന്നാണ് മനസ്സിലായത്. നല്ലത്. അവൾക്ക് മംഗളം വരട്ടെ. സിസ്റ്റർ, നിങ്ങളോട് അനീതി കാണിച്ചതിൽ ക്ഷമിക്കണം. ശുദ്ധഹൃദയയായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നതിൽ നിങ്ങൾ സഹായിച്ചു. അദ്ദേഹം ടെറസിലേക്ക് എഴുന്നേറ്റ് പോയി. തൊടുത്ത കടലിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ അദ്ദേഹത്തെയും. കടൽ ഇവിടെ ഇങ്ങനെ മുരണ്ടുകൊണ്ട് കിടക്കുന്നത് എത്ര നല്ലതാണ്. ഉയരുകയും അമരുകയും ചിതറുകയും ചെയ്യുന്ന തിരകൾ. ഇന്നും കടൽ മുരളുകയാണ്. അവിടെ ചെന്ന് നോക്കി നിൽക്കാൻ തോന്നുന്നു. ചിരിച്ച് ചിരിച്ച് വീണു മരിക്കുന്ന ഈ തിരമാലകൾ ജീവിതത്തെ നിരന്തരമായി പുച്ഛിക്കുകയാണോ? എന്നിട്ടും ജീവിതം എത്ര ശക്തിമത്താണ്. സിസ്റ്റർ, ബെഡ് നമ്പർ 13 മനുഷ്യൻ വല്ലാതായിരിക്കുന്നു. ഓർഡർലിയാണെന്ന് തോന്നുന്നു വന്നു പറഞ്ഞത്. ഓടിച്ചെന്ന് നോക്കി. അയാളുടെ വല്ലായ്മ അവസാനിച്ചു. ആ വലിയ ശരീരം നിശ്ചലമായിരുന്നു. മടങ്ങിപ്പോരുമ്പോ അദ്ദേഹത്തെ നോക്കി. പ്രശാന്തമായി ഉറങ്ങുന്നു. എന്റെ പോക്കറ്റിൽ ആ കല്യാണ ഫോട്ടോ ഇല്ലേ എന്ന് തപ്പി നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നീക്കിവച്ചു. ഇരിക്കുമ്പോ ആ ഫോട്ടോ ഒടിഞ്ഞു പോകരുത്. റിപ്പോർട്ട് എഴുതി. ഇനി എപ്പോഴാണ് ശവശരീരം നീക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് 3 സ്വീപ്പേഴ്സ് ലീവാണത്രേ. ആരെങ്കിലും വരും. വരുമ്പോൾ വരട്ടെ. ശവമാകുന്നത് വരെയേ ശുശ്രൂഷ വേണ്ടു. ഡ്രഗ് അക്കൗണ്ട് എഴുതി തീർത്തു. അതിനിടയ്ക്ക് ഡ്യൂട്ടി റൂമിന്റെ ജാലകത്തിൽ തന്റെ തടിച്ച പുതുപ്പുമായി കിഴവൻ വന്ന് പറഞ്ഞു, മോളെ, എനിക്കൊന്ന് പാല് കിട്ടിയില്ല. കിട്ടും, പോയി കിടന്നോളൂ. റൊട്ടിയും ഒക്കെ കിട്ടും കാരണോരെ. അയാൾ നീങ്ങുമ്പോ കീറി തുടങ്ങിയ കാറ്റുപായയുമായി ഈ കടലിൽ സഞ്ചരിക്കാറുള്ള വഞ്ചികൾ ഓർമ്മയിൽ വന്നു. പെൺമടക്കി പോക്കറ്റിൽ തിരുകി മേശമേലേക്ക് കയ്യും വെച്ചിരുന്നു. സ്വന്തം ജീവിതം സൂചിമുന പോലെ ഹൃദയത്തിലേക്ക് വരികയാണ്. ഫോട്ടോ എടുത്തു നോക്കി. നല്ല പെൺകുട്ടി, നല്ല കണ്ണുകൾ, നല്ല മുഖം, നല്ല. ഇദ്ദേഹത്തിന്റെ രോഗം മാറിക്കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞതും ഓർത്തു. ദിവസങ്ങളേ ഉള്ളൂ. സിസ്റ്റർ, വിളി കേട്ട് ആ കട്ടിലിനടുത്തേക്ക് ചെന്നു. അദ്ദേഹം ഉണർന്നിരിക്കുന്നു. വല്ലാത്ത വീർപ്പുമുട്ടൽ. ഡോക്ടർ കാളെ അയച്ചു. നന്നേ അസ്വസ്ഥനായിരുന്നു ആ മനുഷ്യൻ. ഇരുന്നു, കിടന്നു, തിരിഞ്ഞു കിടന്നു. ശ്വാസം മുട്ടിയിട്ട് കിടന്നുകൂടാ. വീണ്ടും എഴുന്നേറ്റിരുന്നു. ഒറ്റയ്ക്കിരിക്കാൻ വയ്യ. താങ്ങിയിരുത്തി. അങ്ങനെ കിടക്കുമ്പോൾ ആ മാറിടം ശക്തിയായി ഉയരുകയും താഴുകയും ചെയ്തു. വേലിയേറ്റ സമയത്തെ കടലുപോലെ. കിടക്കണമെന്നാവശ്യപ്പെട്ടു. കിടത്തി. കിതപ്പ് കുറഞ്ഞു വരികയായിരുന്നു. ഡോക്ടർ അകത്തേക്ക് കടന്നപ്പോഴേക്കും ആ മാറിടം നിശ്ചലമായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഒരു നിമിഷം നോക്കി നിന്ന് പുറത്തേക്ക് കടന്നുപോയി.
പതിവ് പോലെ ഡ്യൂട്ടി റൂമിലേക്ക് മടങ്ങി വന്ന് നിശ്ചലമായിരുന്നു. പൊട്ടി കരയാൻ സാധിച്ചെങ്കിൽ ഇല്ല. ഉയരുകയും താഴുകയും ചിതറുകയും ചെയ്യുന്ന തിരമാലകളുടെ ശബ്ദം ഇടവിടാതെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ തലേനാളത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം ഓർമ്മ വന്നു. നിങ്ങൾക്ക് പ്രേമനൈരാശ്യമോ നൈരാശ്യങ്ങളോ ഉണ്ടായിട്ടുള്ളത്? ഉത്തരം ആ മനുഷ്യൻ പ്രതീക്ഷിച്ചിട്ടില്ല. കടലിരമ്പവും കേട്ടുകൊണ്ട് എത്ര നേരം ഇരുന്നുവെന്നറിഞ്ഞുകൂടാ. ഡ്യൂട്ടി കഴിയാറായി. സെൻസസ് റിപ്പോർട്ട് എഴുതണം. ഡിസ്ചാർജ് 4, അഡ്മിഷൻ 6, ട്രാൻസ്ഫർ 1, ഡെത്ത് 2. പുസ്തകം മടക്കി വെച്ചപ്പോൾ പോക്കറ്റിൽ തപ്പി നോക്കി. ഫോട്ടോ അവിടെ തന്നെയുണ്ട്. എടുത്തു വലിച്ചെറിയണമെന്ന് തോന്നി. അപ്പോഴാ വാക്ക് ഓർമ്മ വന്നു. ഈ ഫോട്ടോ സിസ്റ്റർ വച്ചോളൂ. വാർഡിൽ നിന്ന് പോരുമ്പോൾ കടലിന്റെ ഇരമ്പൽ ശ്രദ്ധിച്ചു. അത് മുരണ്ടുകൊണ്ട് പിന്നാലെ വരുന്നെന്ന് തോന്നി. ഒരു നിമിഷം നിന്ന് തിരിഞ്ഞു നോക്കി. പാവം കടൽ. ജീവിതത്തിന്റെ മുന ഹൃദയത്തിലേക്ക് താഴ്ന്നിറങ്ങുകയായിരുന്നു. കൊതുവലയ്ക്കുള്ളിലെ കൊതു. ഉണർന്നപ്പോ അമ്മ ചോരക്കുഞ്ഞിനെയും മടിയിൽ വെച്ചിരിക്കുന്നതാണ് സുജാത കണ്ടത്. അടുത്തു തന്നെ അച്ഛനുമുണ്ട്. താടിയിലെ നരച്ച കുറ്റിരോമം തടവിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ കരുണാർദ്രമായ കണ്ണുകൾ 2 പ്രാവുകളെ പോലെ തന്റെ നേർക്കു വരുന്നുവെന്ന് സുജാതയ്ക്ക് തോന്നി. കുട്ടിക്കാലത്ത് അന്തിവിളക്കിന് മുമ്പിലിരുന്ന് കാരുണ്യവാരിധയെ കാത്തുകൊള്ളേണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ വിധം നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛനാണ് അവളുടെ സങ്കല്പത്തിൽ തെളിഞ്ഞു വരിക പതിവ്. ആ കാരുണ്യവാരിധീതാ മുമ്പിൽ അവൾ 2 പേരെയും മാറി മാറി നോക്കി. എന്തിനാണ് ഇവരെല്ലാം ഇങ്ങോട്ട് വന്നത്? എന്തോ ഒന്നുണ്ടായിട്ടുണ്ട്. ഓർക്കാൻ കഴിയുന്നില്ല. എവിടെയോ ഒരു കണ്ണി പൊട്ടിപ്പോയ പോലെ തോന്നുന്നു. ഇത് കുടിക്കെ. അമ്മ ചൂടുകാപ്പി ചുണ്ടിലേക്ക് അടുപ്പിച്ചപ്പോ താനൊരു കുഞ്ഞാണെന്ന് തോന്നി. വർഷങ്ങൾക്ക് മുമ്പേ അമ്മ തന്നെ പാൽ കുടിക്കാൻ നിർബന്ധിച്ചിരുന്ന രംഗങ്ങൾ ഓർമ്മ വന്നു. കാപ്പി കുടിച്ച് വിയർത്ത നെറ്റിയിൽ കാറ്റ് വന്ന് തടവിയപ്പോ അനിർവചനീയമായ സുഖം. നിനക്കെന്തേ ബോധക്കേടുണ്ടാവാൻ? അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ അമ്പരന്നു. ബോധക്കേടുണ്ടായോ? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ അവൾ എങ്ങനെ ഉത്തരം പറയാൻ? കാരണം ഞാൻ പറയാം. ചെമ്പുകൂടത്തിനുള്ളിൽ നിന്ന് പുറപ്പെടുന്നത് പോലെ മുഴങ്ങിക്കൊണ്ടാണ് ആ ശബ്ദം വന്നത്. അടികൊണ്ട് വീണിട്ടാണ് അവൾക്ക് ബോധം കെട്ടത്. ആരടിച്ചു? അമ്മ ചോദിച്ചു. ഞാൻ. ആ മുഴങ്ങുന്ന ശബ്ദം വന്ന സ്ഥലത്തേക്ക് തലചരിച്ചു നോക്കി. കിടപ്പറയുടെ വാതിൽക്കൽ കട്ടളയും ചാരിക്കൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹം. കടകൾ ചുവന്ന കണ്ണുകൾ, കവിളിലേക്ക് കവിഞ്ഞു നിൽക്കുന്ന മീശ. അപ്പോൾ അവൾക്കെല്ലാം ഓർമ്മ വന്നു. അദ്ദേഹം തന്നെ അടിച്ചു വീഴ്ത്തിയപ്പോ കയ്യിലിരുന്ന ചോരക്കുഞ്ഞിനെ എങ്ങനെ കട്ടിലിൽ കിടത്താൻ പറ്റിയെന്ന് ഇപ്പോൾ അത്ഭുതം തോന്നുകയാണ്. തൊഴിക്കാൻ വേണ്ടി കാലും പൊക്കി നിൽക്കുന്ന ആ രൂപം ഓർമ്മ വന്നു. അകത്തുനിന്ന് തീജ്വാല പൊങ്ങി. പക്ഷെ അദ്ദേഹം തുറിച്ചു നോക്കിയതേ ഉള്ളൂ. അവളും ഇമവെട്ടാതെ നോക്കി. സുന്ദരനായ മരണം ഒറ്റക്കാൽ പൊക്കി നിൽക്കുന്നുവെന്ന് തോന്നി. എന്നിട്ട് തൊഴിച്ചോ? ഓർമ്മയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? വീണ്ടും ചെമ്പുകിടാരത്തിൽ നിന്ന് ശബ്ദം പൊങ്ങി. ധാരാളം മനസ്സിലായി. അമ്മയുടെ മറുപടി. അതൊരു പോർവിളിയാണ്. ഈ പോർവിളി വർദ്ധിച്ച് യുദ്ധമായി തീരുമോ? കനത്തുകൂടുന്ന ഈ കാറുകൾ തിമിർത്തു പെയ്യാൻ തുടങ്ങുമ്പോഴാകുമോ ബിന്ദു നഴ്സറിയിൽ നിന്ന് സഞ്ചിയും തൂക്കി വരുന്നത്? അവൾ ഇന്ന് വളരെ വേഗം വരും, തീർച്ച. കുഞ്ഞുമോനുണ്ടായതിനു ശേഷം അവൾക്ക് നഴ്സറിയിൽ പോകാൻ മടി. എപ്പോഴും അനിയനെ നോക്കിക്കൊണ്ടിരിക്കണം. ചേച്ചി ചമയാൻ വലിയ കമ്പം. റോസ് മിൽക്ക് പോലെയുണ്ട് കൈ. ചേച്ചി കടിച്ചു തിന്നും, അവൾ കൂടെ പറയുന്നു. ഇന്ന് രാവിലെ അത് കേട്ടപ്പോ സുജാത ചോദിച്ചു, മോൾ പറയുന്നത് കേട്ടു? കേട്ടു എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പിന്നെ പൈപ്പിന് തീ കൊളുത്ത് ധൃതിയിൽ വലിച്ചു പുകവിട്ടുകൊണ്ടിരുന്നു. ഞാൻ ഇന്ന് നഴ്സറിയിൽ പോണോ അച്ഛാ എന്ന ബിന്ദുവിന്റെ ചോദ്യത്തിന് പോലും മറുപടി ഉണ്ടായില്ല. സുജാതയാണ് ഉത്തരം പറഞ്ഞത്. പോണം. ഇന്ന് ഞാൻ കുഞ്ഞുമോനെ നോക്കി ഇവിടെ ഇരിക്കാം, നാളെ പോവാം. അയ്യോ, ചേച്ചി മടിച്ചു പെണ്ണാണെന്ന് കുഞ്ഞുമോൻ കളിയാക്കും.
എന്നാ ചേച്ചി പോകുന്നുണ്ട്. അവളെ ഉടുപ്പിടുവിക്കുന്നതിനിടയിൽ മുറ്റത്ത് നിന്ന് കാറിന്റെ ശബ്ദം കേട്ടു. കമ്പനിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞുവോ? കുഞ്ഞിനെ കൂടി നഴ്സറിയിലാക്കിയിട്ട് പോരുതോ? ചോദിക്കാൻ പോയാൽ അത് ചൊല്ലി വഴക്കാവും. ജാലകത്തിനുള്ളിലൂടെ ഏന്തി നോക്കി. കനത്ത മുഖവും തുടുത്ത നെക്ടൈയും ഒരു നോക്ക് കണ്ടു. സ്വല്പനേരം ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ കഴിഞ്ഞില്ല. താൻ നെക്ടൈ കെട്ടിച്ച് കോട്ടെടുത്ത് അണിയിച്ചാൽ മാത്രമേ കമ്പനിയിലേക്ക് പുറപ്പെടൂ എന്ന് ശാഠ്യം പിടിച്ചു നിന്ന കാലമുണ്ടായിരുന്നു. അതൊരു കാലം. കാലത്തെ പോലെ അത്ര ക്രൂരനായ തമാശക്കാരനുണ്ടോ? അത് സ്നേഹത്തെ ദ്വേഷമാക്കി മാറ്റുന്നു, വെറുപ്പിനെ ആസ്വാദ്യതയാക്കി മാറ്റുന്നു. പോയ അത്ര വേഗത്തിൽ തന്നെയാണ് തിരിച്ചു വന്നതും. ചവിട്ടി കുതിച്ചു വന്ന വാതിൽ ഉന്തി തുറന്നിട്ട് ചോദിച്ചു, എവിടെ അയാൾ? ആര്? ആ വഷളൻ. സ്വയം വഷളനാകാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് അടിപൊട്ടിയത്. ഇപ്പോൾ എല്ലാം ക്രമമായി ഓർക്കാൻ കഴിയുന്നുണ്ട്. കണ്ണടച്ചു കിടന്ന ആ രംഗം കാണുന്നതിനിടയിൽ ചെമ്പുകിടാരത്തിൽ നിന്ന് വീണ്ടും ശബ്ദം പുറപ്പെട്ടു. ഞാൻ എന്തിനാണ് തല്ലിയതെന്ന് മകളോട് ചോദിച്ചോ? ചോദിച്ചില്ല അമ്മ. ചോദിക്കാത്തതെന്തേ? ആദ്യത്തെ പ്രാവശ്യമല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആവർത്തിക്കട്ടെ എന്നാണോ? അരം കൊണ്ട് രാവുന്നത് പോലെയായിരുന്നു ശബ്ദം. ഉത്തരമുണ്ടായില്ല. അച്ഛന്റെ ദീർഘനിശ്വാസം സ്പഷ്ടമായിരുന്നു. ഞാനൊരു ക്രൂരനാണ്, നീചനാണ്. ഇതൊക്കെ ഇനിയും ഉണ്ടായേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ രക്ഷിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഞാനല്ല, അവളല്ലേ മനസ്സിലാക്കേണ്ടത്, അമ്മ പറഞ്ഞു. അദ്ദേഹം തന്റെ നേർക്കൊന്ന് ഊന്നി നോക്കിയിട്ട് മറുപുറത്തേക്ക് പോയി. അമ്മ താടിക്ക് കൈയും കൊടുത്ത് മിണ്ടാതെയിരുന്നു. അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. ആ പ്രാവുകൾ ആകെ നനഞ്ഞു ചുങ്ങിപ്പോയി. മക്കളെ ഒട്ടും വേദനിപ്പിക്കാതെ വളർത്തി. കുട്ടിക്കാലത്തൊരിക്കലേ അമ്മ തല്ലിയിട്ടുള്ളൂ, അതും ചെറിയൊരു ചുള്ളിക്കമ്പ് കൊണ്ട്. വാസ്തവത്തിൽ വേദന കൊണ്ടല്ല, ദുഃഖം കൊണ്ടാണ് കരഞ്ഞത്. അച്ഛൻ അരിശത്തോടെ പറഞ്ഞു, ഞാനൊരു ചെണ്ട മേടിച്ചു തരാം. കൈത്തരിപ്പുള്ളപ്പോ അതുമേ മുട്ടിക്കൊള്ളൂ. നിനക്കൊരാശ്വാസവും കുട്ടികൾക്കൊരു വിനോദവുമായി. അച്ഛന്റെ സ്വരവും നോട്ടവും അമ്മയെ ചൂളിച്ചു. ആ അച്ഛൻ എല്ലാം ഇരുന്ന് കാണുന്നു. അത്യധ്വാനം ചെയ്താണ് മക്കളെ വളർത്തിയത്. ഒരു അധ്യാപകന്റെ മക്കളുടെ നിലയ്ക്കല്ല തങ്ങൾ വളർന്നതെന്ന് സുജാത ഓർത്തു. ഒന്നിനും വിഷമമുണ്ടായിട്ടില്ല. എന്നാലും പണത്തെക്കുറിച്ച് അച്ഛന് വലിയ മതിപ്പില്ലായിരുന്നു. വല്യേടത്തിക്ക് പണക്കാരന്റെ മകനാണ് ആദ്യം കല്യാണം ആലോചിച്ചത്. നിനക്കിഷ്ടമാണോ മകളെ? പണമുണ്ട്. പണം എല്ലാമാണെന്ന് കരുതുന്നുവെങ്കിൽ നിനക്കവനെ കല്യാണം കഴിക്കാം. പിന്നെ അച്ഛൻ ഒന്നും മിണ്ടാതിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ വലിയടത്തി പറഞ്ഞു, എനിക്കിത് വേണ്ട. പിന്നെ വന്ന കൃഷിക്കാരനെ മകളുടെ ഭർത്താവായി സ്വീകരിക്കാൻ ഒട്ടും മടിയുണ്ടായിട്ടില്ല. വാസുദേവൻ ആന്തരമുള്ളവനാണ്. പഠിപ്പുണ്ട്. കറുക്കാത്ത മനസ്സും വളയാത്ത നട്ടെല്ലുമുണ്ട്. അച്ഛന്റെ അഭിപ്രായം അന്നത്ര ശരിയായി തോന്നിയില്ല. സ്വകാര്യത്തിൽ വിലാസിനിയടത്തി വലിയടത്തിയോട് ചോദിച്ചു, ശരിക്കും പിടിച്ചോ? ഉവ്വ്. അച്ഛൻ പറഞ്ഞതുകൊണ്ടാണോ? അതുകൂടി കേട്ടപ്പോ കൂടുതൽ സന്തോഷായി. വിശ്വസിക്കാൻ തോന്നിയില്ല. വലിയേടത്തി കരുത്തുള്ളവളാണെങ്കിലും ഇത്ര കരുത്ത് കാണിക്കേണ്ടിയിരുന്നുവോ? വലിയേടത്തിയുടെ കൂടെ വാസുദേവേട്ടന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത്, അവർ ആ വീട്ടിലെ പരദേവത തന്നെ. തിരിച്ചു പോരുമ്പോ സുജാത ആലോചിച്ചു നോക്കി, എല്ലാവർക്കും ഇങ്ങനെ പരദേവതയാകാൻ പറ്റുമോ? വിലാസിനിയടത്തി എപ്പോഴും പറയാറുണ്ട്, വലിയടത്തി ശക്തിയുള്ള പെണ്ണാ. അത് നേരാണ്. എന്നാലും വിലാസിനിയടത്തിക്ക് ഒരു എഞ്ചിനീയറെ കിട്ടിയപ്പോ ഒരു തെറ്റ് തിരുത്തിയതുപോലെ തോന്നി. ആ കല്യാണത്തിന് വേണ്ട ചെലവ് മിക്കവാറും വാസുദേവേട്ടനാണ് ചെയ്തത്. അച്ഛൻ തടുക്കായികയല്ല. ഇടനാഴികയുടെ വാതിലും പിടിച്ചു നിന്ന് വാസുദേവേട്ടൻ അച്ഛനോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നു. കുറെ ചുമന്നല്ലോ, ഇനി ഞങ്ങളുടെ പങ്ക് ഞങ്ങൾക്ക് വിട്ടുതരണം. അച്ഛന്റെ മുഖത്ത് ഒരു സൂര്യൻ ഉദിച്ചു. ഇന്നതൊക്കെ ആലോചിച്ചു പോവുകയാണ്. ആ കുടുംബത്തിലെ അംഗമാണ് താനെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുജ്ജന്മത്തെ കഥകളെപ്പോലെ എന്തോ ഒന്നാണെന്നേ തോന്നുന്നുള്ളൂ. ആ സുജാത മരിച്ചു കഴിഞ്ഞു. വിലാസിനിയടത്തി എത്രയൊക്കെ ആലോചിച്ചാണ് ഈ വിവാഹം ചരടുവലിച്ച് ശരിപ്പെടുത്തിയത്. അവർ ഭർത്താവിന് ഇരിക്കപ്പുറത്ത് കൊടുത്തിട്ടുണ്ടാവില്ല.
യൂറോപ്യൻ കമ്പനിയിലെ ഉദ്യോഗവും കനത്ത ശമ്പളവും ഭാസുരമായ ഭാവിയും ഇവയെപ്പറ്റിയെല്ലാം പറഞ്ഞു കേട്ടിട്ടും അച്ഛൻ ഒരു കുലുക്കവും ഉണ്ടായില്ല. അത് അച്ഛൻ്റെ മട്ടാണ്. കടലുപോലെയല്ല, മല പോലെയാണ് അച്ഛൻ. എന്തു പറയുന്നു എന്ന കൊച്ചേട്ടന്റെ ചോദ്യത്തിന് എന്തുത്തരം വരുമെന്ന് ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് തളത്തിലെ വിൻഡോ കട്ടന് പിമ്പിൽ ചെവി വട്ടം പിടിച്ചുകൊണ്ട് നിന്നു. സ്വൽപ്പം കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം അവളൊരു പെങ്ങളാണെന്ന് എനിക്കറിയാം. അവൾക്ക് സുഖം വരണമെന്നല്ലാതെ നിങ്ങൾ കരുതുമോ? ഒരാശ്വാസം. അദ്ദേഹത്തെപ്പറ്റി വളരെയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. വിലാസിനിയടത്തിയാണ് ആദ്യം പറഞ്ഞത്, അനിയത്തി, നീ ഭാഗ്യമുള്ളവളാ. കലമാനെ പോലെയുള്ള ചെറുക്കൻ. കേട്ടു നിന്നതേയുള്ളൂ. കാര്യവും കൊള്ളാം. ഈ ശമ്പളമുള്ള ഒരാളെ നമ്മുടെ സ്ഥിതിക്ക് കിട്ടാൻ എളുപ്പമല്ല. ഉത്തരം പറഞ്ഞില്ല. ഇതെല്ലാം നിന്റെ ഗുണം തന്നെ. എന്റെയോ ഏട്ടത്തിയുടെയോ? നിന്റെ. നീ കോളേജിൽ നിന്ന് വരുന്നതാണ് അങ്ങേര് കണ്ടത്. കണ്ടതോടെ അങ്ങ് മയങ്ങി, കോരി തരിച്ചുപോയി. എങ്കിലും എതിർക്കാതിരുന്നില്ല. വിലാസിനി ഏട്ടത്തിയുടെ വായിൽ കൊള്ളാത്ത വാക്കില്ല. അങ്ങനെ വച്ചോ. പക്ഷെ ഭാഗ്യം വരുമ്പോ വിലാസിനി ഏട്ടത്തി അടിയോടെ മറന്നേക്കരുതേ. മറക്കില്ല, ഒരിക്കലും മറക്കില്ല. ഏട്ടത്തി വെളുത്ത നനുത്ത അവിൽവാരി കൈക്കുടനയിൽ തന്നു. ചവച്ചപ്പോ പല്ല് തെറിച്ചുപോയി. വെള്ളാരം കല്ലിന്റെ ചെത്തുകൾ പോലെ അത് വായിൽ കിടന്ന് കുഴയുകയാണെന്ന്. അവൾ എഴുന്നേറ്റിരുന്നു. പിരടിക്ക് സ്വല്പം വേദനയുണ്ട്. സാരമില്ല. നിന്റെ മുഖത്ത് ഒന്ന് രണ്ടിടത്ത് തണർത്തിട്ടുണ്ടല്ലോ, അമ്മ ചോദിച്ചു. കൊതുകടിച്ചതാണ്. കൊതുവലയിട്ടല്ലേ കിടക്കുന്നത്. ചിലപ്പോ വലയ്ക്കുള്ളിൽ തന്നെ കൊതു കുടുങ്ങും. പിന്നെ രക്ഷയില്ല. ശരിയാണ്. അപ്പറഞ്ഞത് അച്ഛനാണ്. കൊതു ചോര കുടിച്ചത് തന്നെ. സുജാത ചൂളിപ്പോയി. കുറച്ചു കാലമായി അച്ഛനെ കാണുമ്പോൾ ചൂളുക പതിവാണ്. അച്ഛാ എന്ന് വിളിക്കുമ്പോൾ മനസ്സിലൊരു കത്തൽ. നിന്റെ കണ്ണ് നിറഞ്ഞതെന്തേ? അമ്മ ചോദിച്ചു. തലവേദന കൊണ്ട്. അച്ഛൻ മൂളിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നാലെ അമ്മയും. എന്തെല്ലാം ആശകളോടെയാണ് താൻ ഈ കുടുംബത്ത് വന്ന് കയറിയത്. പക്ഷേ വന്ന അന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ പരിഷ്കരണ ശ്രമങ്ങളും. ബ്ലൗസിനിറക്കം കുറയ്ക്കണം, കഴുത്തിനിറക്കം കൂട്ടണം, സാരിയുടെ മുന്താണി ഇത്ര താഴ്ത്തരുത്, തലയിങ്ങനെ പശു നക്കിയതുപോലെ മിനുസമാക്കണ്ട, ശ്രദ്ധാപൂർവമുള്ള അശ്രദ്ധ ഉടുപ്പിലും നിൽപ്പിലും നടപ്പിലുമൊക്കെ വേണമത്രേ. ഇങ്ങനെയൊക്കെ നടക്കുന്നവരെ കോളേജിലായിരുന്നപ്പോൾ പുച്ഛമായിരുന്നു. നമ്മൾ നാടക സ്റ്റേജിലാണോ? അവൾ ചോദിച്ചു. എങ്കിൽ ഞാൻ ഇത്ര നിഷ്കർഷിക്കില്ല. നാടകം വേഗം കഴിയും, ജീവിതം അത്ര വേഗം കഴിയില്ലല്ലോ. സുജാത ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചപ്പോൾ അദ്ദേഹവും കൂടെ ചിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അദ്ദേഹം ഗൗരവത്തോടെ തുടർന്നു. നിനക്കൊരു കൺട്രി ആവാൻ പറ്റില്ല. നിന്റെ ഭർത്താവ് അങ്ങനെ ഒരാളല്ല. അവൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവ ആകാശം പോലെ വിശാലമായിരുന്നില്ല, കടലുപോലെ തിരമാലകൾ ഉൾത്തിങ്ങുന്നവയുമായിരുന്നില്ല. ഉദിച്ചു നിൽക്കുന്ന മീനച്ചൂടിൽ വിടർന്നു നിൽക്കുന്ന ചെമ്പരത്തി പൂക്കളെ ഓർമ്മപ്പെടുത്തി. ഞാൻ ശ്രമിക്കാം, ജയിക്കുകയും വേണം. ആപ്പീസ് മുറിക്കുള്ള പറച്ചിലായിരുന്നു. അല്ലെങ്കിൽ ചിലരുടെ സ്നേഹം ഇങ്ങനെയൊക്കെ ആവും. അങ്ങനെ ആശ്വസിച്ചു. അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാറാൻ ശ്രമിക്കുകയും ചെയ്തു. കഴുത്തു താഴ്ന്നതും ഇറക്കം കുറഞ്ഞതുമായ ചോളിയും പൊക്കിൽ കാണിച്ചുകൊടുത്ത സാരിയുമായി ആദ്യം അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നപ്പോൾ തന്നെ ഒന്ന് നോക്കിയിട്ട് അഭിനന്ദിച്ചു. കൊള്ളാം, ഇത്രയും തുണിയില്ലാതെ തന്നെ ഈ മുറിയിൽ എനിക്ക് നിൽക്കാം. പുറത്തേക്ക് പോകാനാണ് വിഷമം. നീ ഒരു കൺട്രി തന്നെ. എന്നിട്ട് ചിരിച്ചപ്പോ അതിൽ സഹാനുഭൂതിയായിരുന്നില്ല, പുച്ഛമായിരുന്നു ഓളം വെട്ടിയിരുന്നത്. എന്തിന് കൺട്രിയെ ഇങ്ങനെ പുച്ഛിക്കുന്നു? അദ്ദേഹവും ഒരു ഉൾനാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. അവിടുത്തെ വയലുകളും കയ്യാലപ്പുരകളും കന്നിവൈക്കോലിന്റെ മണവും കടുക്കനിട്ട കാതുകളും ചന്ദനപ്പൊട്ടും മനുഷ്യരെയും കന്നുകാലികളെയും ഒന്നിച്ചു കിടത്തി ഉച്ചയുറക്കനുഭവിപ്പിക്കുന്ന ആൽത്തറകളും നെല്ലിപ്പൂവും കൃഷ്ണകാന്തിയും ഒക്കെ മറന്നു കളയേണ്ട കാലമായോ? ഭാഗ്യം ഭൂതകാലത്തെ പൊറുപ്പിക്കില്ലായിരിക്കും. ഭാഗ്യമല്ല, കഴിവാണെന്നും പറയാം. വിജയിച്ച ജീവിതകഥകളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെത്. ക്ലാർക്ക്. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഹെഡ് ക്ലാർക്ക്,
2 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ഓഫീസ് സൂപ്രണ്ട്, 3 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ മാനേജർ. അപ്പോഴാണ് കല്യാണാലോചന വന്നത്. അന്ന് ഈ ഉയർച്ചയുടെ കഥയൊക്കെ കൊച്ചേട്ടൻ വിവരിച്ചു പറഞ്ഞതാണ്. സരസനാണ്, വെച്ചടി കയറ്റമാണ്. കയറട്ടെ, ഏത് കയറ്റവും ഒടുവിൽ ഭൂമിയിൽ വന്ന് അവസാനിക്കണമല്ലോ. കുഞ്ഞ് കരഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ അതിനെയും എടുത്ത് വാതിൽക്കൽ നിൽക്കുകയാണ്. അതിന് വിശക്കുന്നുണ്ടാവും, സുജാത പറഞ്ഞു. തെർമോഫ്ലാസ്കിൽ പാലുണ്ട്. അമ്മ അകത്തേക്ക് തന്നെ തിരിച്ചു. അപ്പോൾ അദ്ദേഹം വന്ന് ചോദിച്ചു, നീ വീട്ടിൽ പോകുന്നോ? പോകണോ? ചോദ്യത്തിനർത്ഥം ഉള്ള അർത്ഥം മനസ്സിലാക്കിയാൽ മതി. എന്നെക്കൊണ്ട് ഇനിയും എന്തെങ്കിലും ചെയ്യിക്കരുത്. ഇനി ഒന്നുകൂടിയേ ചെയ്യാനുള്ളൂ. അതുകൂടി മുഴുവനാക്കേണ്ട. ഇപ്പൊ മുഴുവനാക്കിയ 2 കുഞ്ഞുങ്ങളെയും നോക്കേണ്ടി വരും. മിണ്ടാതിരിക്കുന്നോ? മിണ്ടാതിരുന്നാൽ കുഞ്ഞുങ്ങളുടെ കാര്യം? സുജേ, കണ്ടവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ. മുഴുവനാക്കിയില്ല. അദ്ദേഹത്തിന്റെ തൊണ്ട ഇടർന്നു എന്നവൾ മനസ്സിലാക്കി. അവൾ ചിരിച്ചു. ആ ചിരി കാറിന്റെ കേടുവന്ന ഹോറൺ പോലെ അയാൾക്ക് തോന്നി. കണ്ടവരുടെ കൂടെ എന്ന് പറയാൻ അഭിമാനം സമ്മതിക്കുന്നോ? അവൾ കൽപ്പിച്ചുകൂട്ടി തന്നെ ചിരിച്ചു. നീ എന്നെ നശിപ്പിക്കാൻ ഉറച്ചിരിക്കുകയാണ്. വീണ്ടും ചിരിച്ചു. എന്തുകൊണ്ടിപ്പോ ചവിട്ടാൻ കാല് പൊക്കുന്നില്ലെന്ന് അവൾ ആലോചിച്ചു. നീ എന്നെ കൊല്ലും. പല്ല് കടിച്ചുകൊണ്ട് ഭർത്താവ് പറഞ്ഞപ്പോ സുജാതയ്ക്ക് പൊട്ടിച്ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളെ പ്രതാപത്തിൽ ജീവിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അതങ്ങ് അറിയാത്തതുമല്ല. തിരശീലയുടെ പിമ്പിലുള്ള ഈ കളി പിന്നെ ഒരു രസത്തിനാവുമല്ലേ? സുജേ! ആ വിളി കരച്ചിലായിരുന്നു. അതവളെ രസിപ്പിക്കുകയും ചെയ്തു. ഈ കരച്ചിൽ വളർത്തിയതാരായാലും വിത്തുപാകിയത് താനല്ല. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കടക്കണ്ണിൽ തുടുപ്പുണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് സഹതാപം തോന്നേണ്ടതാണ്. തോന്നിയില്ല. തന്റെ ചുറ്റും മനുഷ്യരല്ല, നിഴലുകളാണെന്ന് സുജാതയ്ക്ക് തോന്നി. ആരുടെ നിഴലുകൾ? ഈ ചോദ്യം പണ്ടൊക്കെ കിടിലം കൊള്ളിച്ചിരുന്നു. പിന്നെ പിന്നെ ഒരു മ്ലാനത മാത്രമുണ്ടാക്കി. ഇപ്പോൾ സന്തോഷമുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞുകൂടല്ലോ. തുടങ്ങിയ ദിവസത്തെപ്പറ്റി ഓർത്തു. എത്ര തർക്കം കഴിഞ്ഞാണ് പുറപ്പെട്ടത്. ഇങ്ങനെ ഉടുത്തൊരുങ്ങി പോകാൻ എനിക്കൊരു രസവുമില്ല. എന്നുവെച്ചാൽ എന്റെ സന്തോഷത്തിലും എന്റെ ഭാവിയിലും നിനക്ക് ശ്രദ്ധയില്ലെന്നർത്ഥം. ഒറ്റയ്ക്ക് ചവിട്ടുപടി ഇറങ്ങുന്നത് കണ്ടപ്പോ മനസ്സ് കനത്തു. ഞാനുണ്ട്. വേണ്ട, ക്ഷമിക്കൂ. എനിക്ക് വേണ്ടി നീ ത്യാഗം ചെയ്യണ്ട. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുക? ഞാൻ വരുന്നു. കാത്തുനിന്നു. ടാക്സിയിൽ കയറിയപ്പോ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട്, നീ മിടുക്കിയാണ്, നീ എന്റെയാണ്, നിനക്കെല്ലാം അറിയാം. മാറിലേക്ക് അവളെ ചേർത്തു പിടിക്കുകയും ചെയ്തു. സന്തോഷവും സങ്കടവും ഉണ്ടായിരുന്നില്ല. ഹൃദയത്തിൽ ഉത്കണ്ഠ തിങ്ങി നിന്നു. അദ്ദേഹം ചറുവിറുന്നനെ സംസാരിച്ചു. നീ ഒരു പനിനീർപ്പൂവാണ്. പക്ഷെ പനിനീർപ്പൂവിന് നിൽക്കാൻ മണ്ണ് വേണം. ജീവിതം നിലനിൽക്കണമെങ്കിൽ പണം വേണം. വിരുന്നു പോകുന്നതുകൊണ്ട് എങ്ങനെ പണം ഉണ്ടാകും? അവൾ ചോദിച്ചു. അന്ന് താൻ സുജാത എന്ന കൊച്ചു പെണ്ണായിരുന്നു. ഹെഡ്മാസ്റ്ററുടെ മകൾ സുജാത. വലിയവരുമായുള്ള ബന്ധം പലപ്പോഴും ചെക്ക് പോലെ മാറാം. ശരിക്കുള്ള ബാങ്ക് അറിയണമെന്നേ ഉള്ളൂ. അത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങി. ബംഗ്ലാവിൽ ചെന്ന് കയറിയപ്പോൾ ഭൃത്യൻ പറഞ്ഞു, കമ്പി വന്നു. കൂനൂർക്ക് പോയി. നന്നായി. ആ ജനറൽ മാനേജർക്ക് എന്നും കമ്പികൾ കിട്ടട്ടെ. തിരിച്ചു പോരുമ്പോഴും അദ്ദേഹം സന്തോഷമായി തന്നെ സംസാരിച്ചു. അനേകം പേർക്ക് കൈവന്ന ഭാഗ്യങ്ങളുടെ കഥകളായിരുന്നു. ഒരു മേസ്ത്രി തോട്ടം സൂപ്രണ്ടായി, ക്ലാർക്ക് ആഫീസ് മാനേജരായി. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു മോഹമുണ്ട്. ജനറൽ മാനേജറുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആകണം. നോക്കൂ, എനിക്കതിന് ചാൻസ് ഉണ്ട്. പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ 3/4 ജനറൽ മാനേജർ തന്നെ. നല്ലത്. അപ്പോ നാം രമ്യതയിൽ കഴിഞ്ഞുകൂടണ്ടേ? വേണം. പിന്നത്തെക്കുറി പോയി തിരിച്ചു പോരുമ്പോ ഇങ്ങനെ സംസാരിക്കാൻ അദ്ദേഹം കാറിൽ ഉണ്ടായിരുന്നില്ല. തളർന്നു സീറ്റിൽ ചാരിക്കിടന്നിരുന്ന തന്റെ ചെവിയിൽ മറ്റൊരു ഘനഗംഭീരമായ ശബ്ദമായിരുന്നു വന്നു വീണിരുന്നത്.
വിതുമ്മി വിതുമ്മി കരഞ്ഞു. പക്ഷേ കരഞ്ഞത് വ്യസനം കൊണ്ടായിരുന്നുവോ? സത്യം പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെട്ടതായി തോന്നിയില്ല. മറക്കാൻ വയ്യാത്ത ഒരു അനുഭവത്തിന്റെ ഓളങ്ങളായിരുന്നു ഹൃദയത്തിൽ. വേദനയും സംതൃപ്തിയും കൂടിക്കുഴഞ്ഞ് മനസ്സിൽ കിടന്ന് കളിച്ചു. 3 ദിവസം അങ്ങനെ കഴിഞ്ഞു. ആരും ഉരിയാടിയില്ല. എന്നാൽ ഹൃദയത്തിൽ നിറച്ചും ശബ്ദങ്ങളായിരുന്നു. മനസ്സു പകുതി ലഹരിയാണ്. എന്നിട്ടും പിന്നത്തെ ആഴ്ച ടാക്സിക്കാർ മുറ്റത്ത് നിന്ന് ശബ്ദിച്ചപ്പോൾ അവൾ അമർത്തി പറഞ്ഞു, ഞാൻ വരുന്നില്ല. കാർ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം മാറി തണുത്തപ്പോൾ ആ തിരിച്ചുപോയ കാറിനെ പറ്റിയും അത് ചെന്നെത്തുന്ന സ്ഥലത്തെപ്പറ്റിയും ഓർക്കാതിരുന്നില്ല. വലിയ നഷ്ടം സംഭവിച്ചതുപോലെ തോന്നി. മനസ്സിൽ ഓളങ്ങൾ കിടന്നു മറിഞ്ഞു, വേദനയും സംതൃപ്തിയും. അന്ന് മീശ തടവിക്കൊണ്ട് തന്റെ കട്ടിലിൽ വന്നിരുന്നപ്പോൾ അവൾക്ക് അദ്ദേഹത്തോട് വെറുപ്പ് തോന്നിയില്ല. അനുകമ്പയോടെ കവിളിൽ തടവിയിട്ട് ചോദിച്ചു, എന്താണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അദ്ദേഹം തന്റെ മുഖം പിടിച്ചു, ചുമലിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചെവിയിൽ മന്ത്രിച്ചു, ബുദ്ധിയുള്ളവർ ചെയ്യാത്തതൊന്നും നാം ചെയ്യുന്നില്ല. കൊട്ടിനനുസരിച്ച് പാടണം, പാട്ടിനനുസരിച്ച് ആടണം. അപ്പോഴേ അരങ്ങ് തെളിയൂ. തെളിഞ്ഞ അരങ്ങ് ആര് കാണും? അത് ചോദിച്ചപ്പോ തൊണ്ടയിടറി. എന്തിനു ദുഃഖിക്കുന്നുവെന്ന് സുജാതയ്ക്ക് തന്നെ മനസ്സിലായില്ല. അദ്ദേഹം അവളുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് മന്ത്രിച്ചു, നമ്മൾ രണ്ടുപേരും. തീർച്ചയാണോ? അതെ. പിറ്റേന്ന് വന്നത് ടാക്സിക്കാരല്ല. വണ്ടിൻ തോടിന്റെ വർണ്ണമുള്ള ആ കാറ് ഭംഗിയുള്ളതായി തോന്നി. അതിൽ കയറി സവാരി ചെയ്തപ്പോ ഇരുപുറത്തോട് അടിച്ചു വന്ന കാറ്റിന് കുളിർമ പോരെന്ന് തോന്നിയതുമില്ല. ആ ദിവസങ്ങൾ ചൈതന്യം തുളുമ്പുന്നവയായിരുന്നു. ഒരു രാത്രി പിന്നെ ഒരു രാത്രിയെ സൃഷ്ടിച്ചു. അത് ഇനിയൊരു രാത്രിയെയും. എല്ലാം നിലാവൂലുന്ന രാത്രികൾ. നിലാവിന് ഭ്രാന്ത് പിടിപ്പിക്കാൻ ശക്തിയുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? പറഞ്ഞവൻ ബുദ്ധിയുള്ളവനാണ്. സുജാത ആലോചിച്ചു. എനിക്ക് ഭ്രാന്തായിരുന്നു. എന്ത് രസമുള്ള ഭ്രാന്ത്. അദ്ദേഹം സന്തുഷ്ടനായി, അവൾ സന്തുഷ്ടയായി. ജീവിതം അപ്പൂപ്പൻ താടി പോലെ കനം കുറഞ്ഞ് പൊങ്ങി പാറിപ്പോകുന്നതായി തോന്നി. അദ്ദേഹം പേഴ്സണൽ അസിസ്റ്റന്റ് ആയപ്പോൾ ഇരുപേരും കൂടുതൽ സന്തോഷിച്ചു. ഉദ്യോഗക്കയറ്റം കിട്ടിയ രാത്രി അദ്ദേഹം അവളുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് വികാരാവേശത്തോടെ പറഞ്ഞു, സുജേ, നീ ഭാഗ്യവതിയാണ്. അതെ, കാറ് വന്നു, ഓർഡർലി വന്നു, വലിയ വീട് കിട്ടി. അദ്ദേഹം അതെല്ലാം ശരിപ്പെടുത്തിയെടുക്കുന്ന തിരക്കിലായിരുന്നു. അവളുടെ മനസ്സിലാകട്ടെ ഒരു ചിത്രം തെളിഞ്ഞു വരികയാണ്. ഓട്ടോമാറ്റിക് ഷട്ടറുകളോടുകൂടിയ എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ മുറി. ഇളം നീല വെളിച്ചത്തിൽ നിലാവണിഞ്ഞ പൂഴിപ്പരപ്പ് പോലെ കിടക്കുന്ന ഡബിൾ കോട്ട്. യമുനയുടെ മണൽത്തട്ടിൽ രാധയെ കാത്തിരുന്ന കൃഷ്ണനെപ്പറ്റി അവൾ ഓർത്തു. അപ്പോൾ കുട്ടിക്കാലത്ത് കേട്ടുപഠിച്ച ആ പാട്ട് അവളുടെ മനസ്സ് മൂളിക്കൊണ്ടിരുന്നു. പ്രാണനാഥനെനിക്കു നൽകിയ പരമാനന്ദരസത്തെ. മോളെ, പെട്ടെന്നാണ് അച്ഛന്റെ ശബ്ദം കേട്ടത്. ഹൃദയം കിടിലം കൊണ്ടു. അച്ഛനെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല. അരിപ്രാവുകളെ പോലെയുള്ള ആ നോട്ടങ്ങളെ നേരിടാൻ പേടി. ഞാൻ മോഹൻദാസിന്റെ കല്യാണത്തിന് പോയി തിരിച്ചു വരികയാണ്. എന്റെ നല്ല സ്റ്റുഡന്റ് ആയിരുന്നു അവൻ. ഇന്നും ആദർശനിഷ്ഠയുള്ള ചെറുക്കൻ. ശിഷ്യനെ പറ്റി ആ അധ്യാപകൻ അഭിമാനം കൊള്ളുന്നു. പാവം അച്ഛൻ പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. അച്ഛൻ തിരിച്ചു പോകുന്നതുവരെ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അച്ഛൻ പോയപ്പോ മുറിയടച്ചിരുന്ന് പൊട്ടിപ്പൊട്ടി കരഞ്ഞു. എന്നിട്ടും അവൾ ഭർത്താവിനോടൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മാറേണ്ടിയിരുന്നുവോ? കുറെ മുമ്പ് കണ്ട ഒരു യുദ്ധകാല ചലച്ചിത്രം ഓർമ്മയിൽ വന്നു. ശത്രുതാവളത്തിലേക്ക് കടന്നുകൂടിയ ഒരു വലിയ പാലത്തിന്റെ കഥയായിരുന്നു അത്. ആ പാലം തങ്ങൾക്കെന്ന പോലെ ശത്രുക്കൾക്കും ഉപയോഗിക്കാമെന്നതായിരുന്നു വൈഷമ്യം. കെട്ടിയ പാലങ്ങൾ ഭൂമിയിലായാലും മനസ്സിലായാലും അത്ര വേഗം പൊളിച്ചു കളയാൻ പറ്റുമോ? പാലത്തിന്മേൽ പതിഞ്ഞ കാലടിപ്പാട് കണ്ട് ശുണ്ണിയെടുക്കുന്നതിനർത്ഥമുണ്ടോ?
മോളെ, അച്ഛന്റെ ശബ്ദം. നീ ഭയപ്പെട്ടോ? ഇല്ലച്ഛാ. പിന്നെ എന്തേ ഞെട്ടിത്തെറിക്കാൻ? നിനക്കാകെ സുഖമില്ലെന്ന് തോന്നുന്നു. എനിക്ക് സുഖമാണച്ഛാ. നീ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഇല്ലച്ഛാ, വരുന്നതാണ് നല്ലത്. അമ്മയാണ് പറഞ്ഞത്. നീ അവനോട് ചോദിക്ക്. അവന്റെ തടസ്സമില്ല. ചെമ്പുകിടാരത്തിൽ നിന്ന് ശബ്ദം. അവൾ തലചരിച്ച് ചോദിച്ചു, ഞാൻ പോണോ? പോയാ വിഷമമാവില്ലേ? പറയൂ. പറയൂ. അതിനുത്തരമുണ്ടായില്ല. അദ്ദേഹം വീണ്ടും കിടപ്പറയിലേക്ക് തലവലിച്ചു. ചിരി വന്നു. ചെറുപ്പത്തിലെ ഒരു വിനോദം ഓർമ്മ വന്നു. മീൻ മുറിക്കുന്നിടത്ത് വന്ന് ഏന്തി നോക്കുന്ന പട്ടിക്കുഞ്ഞിന്റെ നേർക്ക് കത്തി ഓങ്ങുക. കത്തി ശരീരത്തിൽ തട്ടുന്നതിന് എത്രയോ മുമ്പ് തന്നെ അത് കരഞ്ഞ് തല വലിച്ചു കളയും. 5 നിമിഷം കഴിഞ്ഞാൽ വീണ്ടും പമ്മി വരും. എന്താ ചിരിക്കുന്നത്? അമ്മ ചോദിച്ചു. വെറുതെ. അവർ ചെവിയിൽ മന്ത്രിച്ചു. നീ തീ തിന്നാൻ ഉറച്ചിരിക്കുകയാണല്ലേ? ഞാൻ ഐസ് കഷ്ണം വായിലിട്ട് അലിയിക്കുകയാണമ്മേ. എന്ത് കുളിരാണെന്നോ. പിന്നീടൊന്നും പറഞ്ഞില്ല. ശവങ്ങൾക്ക് സ്വയം ചിറകുമുളയ്ക്കുകയും അവ ഹൃദയത്തിൽ നിന്ന് പറന്ന് ഹൃദയത്തിലേക്ക് ചേക്കേറുകയും ചെയ്യുമ്പോൾ വാക്കുകൾ സ്ഥലമൊഴിഞ്ഞു കൊടുക്കുന്നതായി സുജാത മനസ്സിലാക്കി. ചേച്ചി വന്നല്ലോ. ബിന്ദുവിന്റെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. മുത്തച്ഛൻ മകളെ വാരിയെടുത്തു. അവൾ സ്ലേറ്റിന്റെ ചട്ട കൊണ്ട് മുത്തച്ഛന്റെ താടിയിൽ പതുക്കെ ഉരയ്ക്കുകയും ചറുപിറ തന്നെ വർത്തമാനം പറയുകയും ചെയ്തു. ജാക്കിന്റെ അമരച്ചെടി വളർന്നുയർന്നതിനെപ്പറ്റി ബിന്ദുവിന് വളരെ പറയാനുണ്ടായിരുന്നു. അവൾ പാല് കുടിക്കാൻ ചാടി കുതിച്ചകത്തേക്ക് പോയി. അച്ഛനും അമ്മയും യാത്ര പുറപ്പെട്ടപ്പോ കാറിനടുത്തുവരെ സുജാതയും ചെന്നു. കാറു നീങ്ങുന്നത് നോക്കി നിന്നപ്പോ കരച്ചിൽ തള്ളിത്തള്ളി വന്നു. കടിച്ചമർത്തി നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നതേയുള്ളൂ. അച്ഛന്റെ പ്രാവുകളെ പോലെയുള്ള നോട്ടങ്ങളുടെ ഓർമ്മ ഞെട്ടിക്കുന്നു. അപ്പോ നീ ഉറച്ചു? അദ്ദേഹത്തിന്റെ മുഴങ്ങുന്ന ശബ്ദം പിൻപുറത്തു നിന്ന് കേട്ടു. എന്നോ ഉറച്ചതാണ്. ശരി. താൻ തിരിച്ച് കട്ടിലിൽ വന്നിരിക്കുമ്പോഴും അദ്ദേഹം തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് സുജാത മനസ്സിലാക്കി. സ്വൽപ്പം കഴിഞ്ഞപ്പോ അദ്ദേഹവും കട്ടിലിൽ വന്നിരുന്നു. ബിന്ദു സ്ലേറ്റിൽ ഒരു കയർ കെട്ടി കൊടുക്കുകയാണ്. രണ്ടുപേരും അത് നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ബിന്ദു ചോദിച്ചു, അമ്മ ഇന്ന് ആനയെ കണ്ടോ? ഇല്ല. ഞാൻ കണ്ടു. ആനയെ? കുഴിയാനയായിരുന്നു. അമ്മ പൊട്ടിച്ചിരിച്ചപ്പോ സുജാത പറഞ്ഞു, അയ്യേ, അമ്മ വിഡ്ഢിയായി. മകൾ സ്ലേറ്റും വലിച്ചകത്തേക്ക് പോയപ്പോ സുജാത പറഞ്ഞു, അമ്മയാണ് ശരിക്കും കുഴിയാനയെ കണ്ടത്. മനസ്സിലായി. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടപ്പോ ഞെട്ടി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്. എങ്കിലും മുഴുവനാക്കുന്നതിന് മുമ്പേ ടെലിഫോൺ ശബ്ദിച്ചു. സുജാത പറഞ്ഞു, എടുത്തു നോക്കൂ. ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം തുടുത്തു. മാംസപേശികൾ വലിഞ്ഞു. അത്രയ്ക്കൊന്നുമില്ല. ഇപ്പൊ മാറി. ഡോക്ടർ ആവശ്യമില്ല. എന്തിനു വരുന്നു? വിഷമിക്കണ്ട. ശരി ശരി. ഫോൺ താഴെ അമർത്തി വെച്ചു. ഇഡിയറ്റ്. അദ്ദേഹമല്ലേ? ഉത്തരമുണ്ടായില്ല. അതെ. എന്റെ സുഖക്കേടിനെ പറ്റി അന്വേഷിച്ചതാകും. അതെ. നല്ല മനുഷ്യൻ. കഴുത. പേഴ്സണൽ അസിസ്റ്റന്റ് പറയാൻ പാടില്ലാത്തതൊന്നും പറയരുത്. പരിഹാസം നിർത്തൂ. സത്യമായിട്ടും പരിഹസിച്ചതല്ല, അങ്ങനെ തോന്നുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോ സഹതാപം തോന്നി. സഹതാപം പ്രകടിപ്പിക്കുന്നത് വൃത്തികെട്ട പണിയാണെന്ന് സുജാത ഓർത്തു. പടിഞ്ഞാറ് ഭാഗത്തെ ജാലകം തുറന്നിട്ടു. പുറത്ത് അക്ഷമയോടെ നിന്ന കാറ്റകത്തേക്ക് തള്ളിക്കയറി. വേനൽക്കാലത്ത് ഉടുപ്പഴിച്ചിട്ടതുപോലെ ഒരു സുഖം. സൂര്യൻ താണുപോയി. ഭൂമിയിൽ നിന്ന് ഇരുട്ട് പൊന്തി വന്നപ്പോ അത്ഭുതം തോന്നി. ഇരുട്ട് ആകാശത്ത് നിന്ന് ഇറങ്ങുകയല്ലേ? ആകാശം കുമ്പിട്ട് വരുന്നു. ആ കാഴ്ച അവ്യക്തങ്ങളായ വിചാരങ്ങൾ മനസ്സിലുണർത്തി. എന്നോ പഠിക്കുകയും
എന്നേക്കുമായി മറക്കണമെന്ന് ആശിക്കുകയും ചെയ്ത കാര്യങ്ങൾ മനസ്സിലേക്ക് അടുപ്പിക്കുന്നു. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണ്. എഴുത്തച്ഛൻ ആ വരികൾ എഴുതിയതും നന്നായില്ല, വലിയടത്തി അത് ചൊല്ലിപ്പഠിപ്പിച്ചതും നന്നായില്ല എന്നവൾക്ക് തോന്നി. എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ബിന്ദു ഭക്ഷണം കഴിക്കുന്നതിന്റെ കോലാഹലം അകത്തുനിന്നും കേൾക്കാം. കുഞ്ഞുമോന് പാല് കൊടുക്കാൻ മറക്കരുതെന്ന് പണിക്കാരിയോട് പറഞ്ഞു. വീണ്ടും കട്ടിലിൽ വന്നിരുന്നു. എത്ര നേരം അങ്ങനെ വന്നിരുന്നുവെന്നറിഞ്ഞുകൂടാ. പണിക്കാരി വന്നറിയിച്ചു. ഊണായിരിക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു. അദ്ദേഹം ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. കറിയൊക്കെ നന്നായിരുന്നു, സുജാത ഓർമ്മിപ്പിച്ചു. അപ്പുറം മൗനമാണ്. അത് ഭഞ്ജിക്കാൻ പ്രേരിപ്പിച്ചില്ല. ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ് കുഞ്ഞുങ്ങൾ കിടക്കുന്നിടത്ത് പോയി നോക്കി. കൊതുകുവല ശരിപ്പെടുത്തി. മറുപുറത്തെ സെറ്റിയിൽ അദ്ദേഹം വന്നിരുന്നത് അവൾ മനസ്സിലാക്കി. അദ്ദേഹം തന്നെ പ്രതീക്ഷിക്കുന്നുവെന്ന് തോന്നുന്നു. അടുത്തേക്ക് ചെന്നു. അദ്ദേഹം കുഞ്ഞുങ്ങളുടെ പൊന്തിത്താഴുന്ന മാറിടങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തലപൊക്കിയിട്ട് ചോദിച്ചു, നിന്റെ പിരടി വേദനിക്കുന്നില്ലേ? സാരമില്ല. അടി കനമുള്ളതായിരുന്നു. സാരമില്ല. വീണ്ടും നിശബ്ദത. ബിന്ദു ഒന്ന് പിടഞ്ഞു. സുജാത കട്ടിലിനടുക്കൽ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, കൊതുകുവലയ്ക്കുള്ളിൽ കൊതുക് കടന്നുകൂടിയിട്ടുണ്ട്. അവൾ ഫാൻ തിരിച്ചു. വല പൊക്കിപ്പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് പെട്ടെന്നിട്ടിട്ട് വലയുടെ വക്കുകൾ കിടക്കിക്കടിയിലേക്ക് തിരികെ കയറ്റി. വലയ്ക്കുള്ളിൽ കൊതു കുടുങ്ങിയാൽ വലിയ കുഴപ്പമാണ്, അദ്ദേഹം പറഞ്ഞു. അതെ, അത് പിന്നെ ഒരിക്കലും ഉറങ്ങാൻ സമ്മതിക്കില്ല. ശരിയാണ്, എനിക്കത് അനുഭവമാണ്. ശരി സുജേ, എനിക്ക് ജീവിതം മടുത്തു. എനിക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ സംഗതി മറിച്ചാണ്. പച്ചമീൻ കണ്ട പൂച്ച പോലെ ഞാൻ ജീവിതത്തെ നോക്കുകയാണ്. കൊതി, ആർത്തി, രസം. അദ്ദേഹം ചാടി എഴുന്നേറ്റപ്പോൾ അവൾ സംഭ്രമിച്ചില്ല. തന്റെ നേരെ പതറാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് മനസ്സിലായി. നോക്കട്ടെ. എന്നിട്ട് വാതിൽക്കലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പോകുന്നു. ഉത്തരം പറഞ്ഞില്ല. പുറമേ നിന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ ബിന്ദു ഉണർന്നു. അവൾ കൊതുകുവലയ്ക്കുള്ളിൽ എഴുന്നേറ്റിരുന്നിട്ട് ചോദിച്ചു, അമ്മേ, അച്ഛൻ പോയോ? ഇപ്പൊ തിരിച്ചു വരും. അച്ഛൻ എന്തിനാ അമ്മ ഇപ്പൊ പോയത്? തിരിച്ചു വരാൻ. അവൾ കുട്ടിയെ എടുത്ത് മൂളിപ്പാട്ട് പാടി ഉറക്കി കിടത്തി. വാതിലടക്കട്ടെ കൊച്ചമ്മേ? പണിക്കാരി വന്ന് ചോദിച്ചു. വേണ്ട, അദ്ദേഹം തിരിച്ചു വരും. ഭൃത്യ പോയി. ചൂടുണ്ട്. ഫാൻ പതുക്കെ കറക്കി. അവൾ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പെട്ടെന്ന് കുട്ടിക്കാലത്ത് പഠിച്ച വരികൾ മനസ്സിൽ പൊന്തി വന്നു. കുങ്കുമച്ചാർ അണിഞ്ഞാലും കുജങ്ങളിൽ കുംഭീന്ദ്രഗാമിനിയാളെ. അത് മൂളിക്കൊണ്ട് നടന്നപ്പോ കൊതുവിന്റെ ശബ്ദത്തെപ്പറ്റി ഓർത്തു. ഫോൺ ശബ്ദിച്ചു. അവൾ നിന്നു. എടുത്തില്ല. വീണ്ടും നടന്നു. വീണ്ടും ഫോൺ ശബ്ദിച്ചു. ഇത് കുഞ്ഞുങ്ങളെ ഉണർത്തുമല്ലോ. റിസീവർ എടുത്ത് താഴെ വയ്ക്കാം. അവൾ ചെന്നെടുത്തു. താഴെയല്ല, ചെവിയിലാണ് വെച്ചത്. മാറി. ബോധക്ഷയമുണ്ടാവില്ല. ബോധമില്ലല്ലോ. ഇല്ല. പുറത്തേക്ക് പോയി. അതെ, കാത്തിരിപ്പ് തന്നെ. ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. റിസീവർ ഒച്ചയോടെ താഴെ വെച്ചു. നാശം. ബിന്ദു വീണ്ടും പിടഞ്ഞു കളിക്കുന്നു. കൊതു വലയ്ക്കുള്ളിൽ തന്നെ. ഫാനിട്ടു. കൊതു അടങ്ങി. കുട്ടി ഉറങ്ങി. അവൾ ജാലകത്തിനരികെ ചെന്ന് നോക്കി നിന്നിട്ട് വിചാരിച്ചു, അദ്ദേഹം തിരിച്ചു വന്നിട്ടുറങ്ങാം. മേഘമാലകളുടെ വക്കിന് കരവെച്ചുകൊണ്ട് ഉയർന്നു വരുന്ന നിലാവിലേക്ക് നോക്കി. ക്ഷയിച്ചവശമായ നിലാവ്. ഇതിന് ഭ്രാന്ത് പിടിപ്പിക്കാൻ പറ്റില്ല. അതോർത്തപ്പോൾ കണ്ണു നിറഞ്ഞു. കുട്ടി പിടയുന്നത് കേട്ട് തിരിച്ചു ചെന്ന് നോക്കി. അപ്പോഴും കൊതു വലയ്ക്കുള്ളിൽ മൂളി മൂളി കളിക്കുകയായിരുന്നു.